നമ്മളെ പണി ഈ വിമർശിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് മുടങ്ങണ കോലാണല്ലോ. പേരോട് പോലും ലിബറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിമർശനം പരിപാടിയൊക്കെ നിർത്തിയേക്കുക. കാരണം എല്ലാവരും ഇനി ലിബറൽ മുസ്ലിംസ്, കാരണം പേരോട് പോലും ഇനി ചില സാധനങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ള വൈബാണ്. കൊടപ്പനക്കൽ തറവാട്ടും തുടങ്ങിയതാ അത്. എന്താ ഞങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഞാനിങ്ങനെ നമ്മളെ പണി പോകുന്ന പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇതാണോ പണിന്ന്. എന്നോട് നിങ്ങൾക്ക് തോന്നല്ല പണി, നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെന്നാണല്ലോ. അതെ, ഒരു മെനക്കെടലാണല്ലോ. ഉം ഏ അപ്പോൾ ഈ മെനക്കെടൽ നമ്മൾ നിർത്തേണ്ടി വരും എന്നാ തോന്നുന്നത്. കാരണം എല്ലാവരും ലിബറൽ ആവുകയാണ്. ലിബറിലൊക്കെ ഉണ്ട്, എന്നാലും മെനക്കെടുള്ള ആൾക്കാരെ പോലെ തന്നെ ഉണ്ടാക്കിയിടും വേറെ അപ്പുറത്ത് ഇടയ്ക്ക് സൈഡില്. കൂടെ ഉണ്ട് അല്ലേ? ആ, നമ്മളെ ഇയാളെ പോലെയാണോ നമ്മളെ ഈ? കാശ്മീരാണോ നിങ്ങൾ പറഞ്ഞേ? അല്ലല്ല, നമ്മളെ നാസർ പൈസി കൂടത്തായി. മൂപ്പര് പറയണെന്ന് വെച്ചാല്, മൂപ്പര് ഈ മറ്റേ ഈ മഹാഭാരത യുദ്ധത്തിലെ ഈ ഉം അർജുനന് ഒരു സങ്കടം ഉണ്ടായിരുന്നു, വർണ്ണസങ്കലം ഉണ്ടാവുമെന്ന്. അത് അർജുന ശരി. വിഷാദ യോഗ. ആഹാ. ഏത് ഈ സങ്കലം, വർണ്ണസങ്കലം ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ശരി. അതേപോലെ ഈ പറഞ്ഞ ലിബറലുകൾ, അതായത് പേരോട് പോലും ലിബറൽ ആകുമ്പോൾ നമ്മളെ നാസർ വൈസി കൂടത്തതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സങ്കലനം. അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് പണി ആളുണ്ടാക്കി വിടുന്നുണ്ട് ചില ആളുകൾ അല്ലേ. ഇഷ്ടം പോലെ, ഈ ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. ഇഷ്ടം. പിന്നെ അപ്പോൾ എന്താന്നറിയോ, ഈ ഇങ്ങനെ മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഓഫ് ആണല്ലോ നമ്മളെ ഒരു പോളിസി. അപ്പൊ അതിൻ്റെ കുറെ പേട്ടയങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സീസോ ആൾക്കാര് മാതിരി അല്ലേ, ആ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇത് അതെ മാറുമ്പോൾ മറ്റേ ആൾക്കാർ തിരിഞ്ഞിട്ട്. അതെ, അതിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് വേറെ കുറെ എണ്ണത്തിന്. ഏതുപോലെ നമ്മളെ മർക്കസ് ദേവയിലുള്ള കുറച്ച് ആൾക്കാർക്ക് നമ്മളെ കരിമ്പുലാക്കൽ ടീമൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില ഹദീസ് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ടീം അത് പറ്റില്ല, എല്ലാ ഹദീസും എടുക്കണം, ഈച്ചനെ മുക്കണ വരെ എടുക്കണം എന്ന് അതിപ്പോ പറഞ്ഞ പോലെയാണോ? ഓല് മാത്രല്ല, ഇപ്പൊ അവസാനം നമ്മളെ റഹ്മത്തുള്ള ഖാസിം വരെ ബുഹാരി അങ്ങനെ ഒക്കോടൊന്നും പിടിക്കാൻ പറ്റില്ല, ചിലതൊക്കെ ഉപ്പർക്കും തെറ്റെറ്റുന്നുള്ള ലൈനായി തുടങ്ങിയാണ്. ഇവര് അടിവേര് ഇളകുണ്ട് എന്തായാലും. ആദ്യം നമ്മളെ പാണക്കാട്ടെ കൊടപ്പനൊക്കെ തന്നെ ഓരോരുത്തർ ലിബറൽ ആളുകൾ തുടങ്ങി. ഉം. പിന്നതാ AP സമസ്തയിലുള്ള ഓരോരുത്തർ ഇങ്ങനെ വരി വരിയായിട്ട് ഇനിയുണ്ട്. ഇതൊന്നും ഒന്നുമല്ല. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങള് സുന്നികള് പണ്ട് ഇംഗ്ലീഷ് തന്നെ ഹറാമാക്കിയത്. ആ ഇംഗ്ലീഷ് ഹറാമാന്നുള്ള അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലേനി. ഈ മദ്രസയിൽ പോണ ഇത് മാത്രം തല കയറ്റുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഉം. ഈ ജാതി ഈ ലിബറലിസം ഒന്നും സഹിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സുന്നികൾ പണ്ടേ സ്കൂളിൽ വേണ്ട, മലയാളം ഒന്നും പഠിച്ചണ്ട, മലയാളമൊക്കെ ആര്യനകത്താണ്, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമർ ഖത്താബ് പേർഷ്യയിലെ ബുക്ക് പോലും കത്തിച്ചത് അതുകൊണ്ടാണ്. ആ മഹാന്മാരായ അയിമത്തിന്റെ സ്വഹാബത്തിന്റെ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇപ്പോൾ ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത്. ഈ ലിബറൽ ആള് ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, മുമ്പേ തുടങ്ങിയാണ്. അതെ. കാര്യം അപ്പൊ ഇടക്ക് ഇത് ചില ആൾക്കാരൊന്ന് കുറച്ച് ലിബറൽ ആകുമ്പോൾ മറ്റാളൊന്ന് വേക്കുന്ന ഇങ്ങനെ ഇതുകൊണ്ട് ശരിയാവണില്ല. അതായത് അതെ, അങ്ങോട്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അല്ലേ, മറ്റേ പണ്ടാരെ പറയല്ലേ. ബട്ടൽമേ ചവിട്ടിമാരിയാണ്. ഒരു ആ. തലക്കെ ചവിട്ടുമ്പോൾ ഒരു തലക്കിലോട് പൊന്താണ്. പണ്ട് ഞങ്ങള് സുന്നികള് പെൺകുട്ടികളൊക്കെ എത്തൊടിപ്പിക്കല് ഹറാമാണ് പറഞ്ഞു നടന്നിനി. ഉം. ഇപ്പൊ ഞങ്ങളാരോ പറഞ്ഞില്ലല്ലോ. ഫോട്ടോ എടുക്കൽ പണ്ട് ഞങ്ങൾക്ക് ഹറാമേനി, ഇപ്പൊ ഞങ്ങളാരോ പറയണില്ല. അങ്ങനെ ഞങ്ങൾ അത്ര മാറി. അതിപ്പോ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ, ഫോട്ടോ എടുക്കാതെ വേറെ പാസ്പോർട്ട് ഓപ്ഷൻ എടുക്കാൻ ഇല്ലല്ലോ. മാത്രല്ല, ഇവിടെ പാണക്കാട് ഞങ്ങളെ ഫോട്ടം വരെ ഓരോ പെരയില് ചില പെരയിലൊക്കെ പൂമുഖ തൂക്കിയൊക്കെ ആ കോലത്തിലായിരുന്നു. ഞാനിപ്പോ ചില മുസ്താഫ്മാരൊക്കെ ഫോട്ടോ ഉണ്ടാല് ഇപ്പൊ ഈ സിനിമ പോസ്റ്ററൊക്കെ പോലെയാണ്. അംബരീഷ് പുരിയൊക്കെ നിൽക്കുന്ന പോലെയാണ് പേരോട് ഉസ്താദൊക്കെ നിൽക്കുന്നത്. ലിപ്സ്റ്റിക് ഇടുന്ന ഉസ്താന്മാരെ അറിയണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ട് ചില വയള്ളന്മാരെ, ഈ തട്ടിട്ട് വരുന്ന മൂല്യന്മാരെ കൂട്ടത്തിലെ ചില മൂല്യന്മാരൊക്കെ ലിപ്സ്റ്റിക് ഇടും. അത് പോട്ടെ. അപ്പോൾ എല്ലാവരെയും ഇൻഫ്ലുവൻസിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ പേരോട് പറഞ്ഞത്? എന്താണ്? പേരോട് പറഞ്ഞ എന്താ വെച്ചാല്, ഉം. പിന്നെ അള്ളാഹുമ്മ ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നൊന്നും നമ്മള് പ്രാർത്ഥിക്കുകയല്ല. ആ. പിന്നെ ഇവര് പറഞ്ഞ നമ്മളെല്ലാ ആൾക്കാരും നന്നാക്കണേന്നാണ് ഇതുവരെക്കുള്ളത്. ഇരട്ട നുണകളാണ് പേരോട് പറഞ്ഞത്. ഇരട്ട നുണകൾ ഒറ്റ ശ്വാസത്തില്. ഈ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കലുണ്ട്, എന്താണ് ഈ തക്കിയ,
ഇങ്ങനെ സാധനം ഉണ്ടോന്നൊക്കെ. അപ്പൊ ഞാൻ പറയല എന്താ വെച്ചാൽ അങ്ങനെ സാധനം ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ റെഫറൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ മൂല്യന്മാർ ഈ സ്ഥിരമായിട്ട് ഈ പരിപാടി എടുക്കലുണ്ടെന്ന്. പച്ച നുണ മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉളുപ്പില്ലാതെ നുണ പറയും. ഒരു മനസാക്ഷി കുത്തു പോലും ഉണ്ടാവില്ല ഏറ്റവും നുണ പറയുമ്പോ. മുഹമ്മദ് പറഞ്ഞ കുറെ നല്ല കാര്യങ്ങളുണ്ടായി. പെട്ടാണ് കുലിൽ ഹക്ക വലോകാന മുറ, അതായത് കയ്പുള്ളതാണെങ്കിലും സത്യം പറയാന്നുള്ള അകബലെടുക്കൂല. അകബലെടുത്താൽ ഈ കാലത്ത് പോലെ ദീനുമായിട്ട് പിടിച്ചിക്കാൻ പറ്റൂലല്ലോ ഇസ്ലാമായിട്ട്. സത്യത്തിന് മുന്നിൽ പിടിച്ചിക്കാൻ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം അതിന്റെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കാണ്. അപ്പൊ എങ്ങനെങ്കിലും നുണ പറഞ്ഞിട്ടൊക്കെ എങ്ങനെങ്കിലും അല്ലാണ്ട് ആൾക്കാരെ പണിയാണുള്ളത്. അതെ അതെ, ഒരുപാട് ആൾക്കാരെ ജീവിതമാർഗല്ലേ ഈ ജനങ്ങള് സത്യം തിരിച്ചറിഞ്ഞാൽ ഇവലെ മുടിവെള്ള കച്ചവടം, ഇവലെ 5 തട്ടുള്ള പാത്രത്തിലെ അടിയിൽ കഞ്ഞിന്റെ വെള്ളവും, അതിന്റെ മുകളില് ഇതൊക്കെ ചോറും, എന്റെ മുകളിൽ മീൻ പൊരിച്ച്, എന്റെ മുകളില് ഔത്തറച്ചി, എന്റെ മുകളില് കൂട്ടാൻ, എന്റെ മുകളില് പപ്പടം, എന്നിട്ട് മുകളിൽ ആ സ്പൂൺ അതെ ഇതൊക്കെ ഇങ്ങനെ മുന്നിൽ കണ്ടെത്തണതൊക്കെ നിക്കൂലേ. അപ്പൊ അതിന്റെ കുറച്ച് ബേജാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നുണ പറഞ്ഞിട്ടും സാധാരണ എന്നാലും ഈ കുറച്ച്, അതായത് പണ്ട് ചില ആളുകൾ പറയും ഈ മതവിമർശനം കൊണ്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയണത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് റിസൾട്ട്. ചില റിസൾട്ടുകളൊക്കെ ഇപ്പം മുമ്പ് ഇതേപോലെ മദ്രസയിൽ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് ആക്കി മാറ്റിയില്ലേ എന്തോ സാധനം മതവിമർശനം കൊണ്ടുള്ള. അതെ, വേറൊരു റിസൾട്ട് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പം ഈ മദ്രസ പീഡനത്തിന്റെ കേസ് തന്നെ, അത് അതിന്റെ എണ്ണം ഇപ്പൊ ക്രമാതീതമായി കുറഞ്ഞാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ള അറിയില്ല. നോക്കി പണ്ടത്തിനെ കാട്ടിയും ആൾക്കാർ അവെയറായി, അത് റിപ്പോർട്ടിങ് കൂടി, ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. മദ്രസയിൽ പോണ കുട്ടികളുടെ അടുത്ത് രക്ഷിതാക്കൾ പോലും ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ പീഡനങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. മറ്റെന്താ വെച്ചാൽ ആഴ്ചക്ക് 2 വെച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. ഇപ്പൊ എപ്പോഴെങ്കിലും 2-3 മാസം കൂടുമ്പോൾ ഒന്നൊക്കെ വന്നാലായി. ഇത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. എന്ന് വെച്ചാൽ ക്ലബ് ഹൗസിൽ മദ്രസ പീഡന അനുഭവങ്ങളെ ചർച്ച ഉണ്ടായില്ലേ, അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഏതാണ്ട് ആഴ്ചയിൽ 1-2 ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇപ്പം പിന്നീട് സ്ഥിരമായിട്ട് ആരിഫ് ഓരോ മാസം ഈ മാസത്തെ പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ഇടും. അത് ബൽക്ക് കാര്യമായിട്ട് തന്നെ കൊണ്ടതിന് ശേഷം ഇങ്ങനെ എണ്ണം ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ നാളെ ആരിഫിനോട് വെച്ചപ്പോ എന്താ സീരീസ് ഇടാത്തെന്ന് വെച്ചപ്പോ ആരിഫ് പറഞ്ഞു ഇപ്പം സീരീസ് ഇടാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ കുറയാൻ തുടങ്ങിയപ്പോ ഉണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ അതേപോലെ ഒരു ഇമ്പാക്റ്റ് ആണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ സാധനം, ഈ മതം മുട്ടവനെ കൊല്ലണം എന്നുള്ള ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് അവിടെ നിന്ന് ഒഴിവാക്കി. അത് പണ്ട് നാസർ മാവൂരാനൊരു വീഡിയോ ഫേസ്ബുക്കിൽ 5ാം ക്ലാസ്സിലെ മദ്രസയെ പഠിപ്പിക്കുന്ന ബുക്ക് എടുത്താണ്ട് അതിനെ പറ്റി ഇട്ട്. അപ്പൊ അതിന്റെ പിറ്റേ കൊല്ലം ആ ഭാഗം കറുപ്പടിപ്പിച്ചിട്ടാണ് സമസ്ത ബുക്ക് ഇറക്കിയത്. ആ ഭാഗം മാത്രം അങ്ങോട്ട് കറുപ്പടിച്ചാണ്ട് അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ പണ്ട് പെൺകുട്ടികളെ എഴുത്തടിപ്പിക്കാൻ പാടില്ലായിരുന്നു, അത് മാറ്റിയുണ്ട്. സമസ്ത പ്രമേയം പാസ്സാക്കി പെൺകുട്ടികളെ സ്റ്റേജ് കയറ്റിയതെന്ന് സമസ്ത തീരുമാനിച്ച്. ആ സമസ്തന്റെ പ്രസിഡന്റിന്റെ ആ തീരുമാനം എടുത്ത പ്രസിഡന്റിന്റെ മോന്റെ മോളാണ് ലിബറലിസം പറഞ്ഞത്, വണക്കാട്ട മോളാണ്. കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരു പെണ്ണും ഒരു ബീവിയും പുറത്ത് കണ്ടിട്ടില്ല എന്നാണ് നമ്മള് പണ്ട് ക്ലബ് ഹൗസിൽ കരഞ്ഞു പോയ ഒരു മൊയിലായിട്ടുണ്ടല്ലോ, നമ്മളെ ഹാരിസ് മണാലി അല്ല, മണാലി വേറെ ആളാ, മറ്റാളാ. മണാലി പോയ ഒരു പാവ പെണ്ണുങ്ങളെ ചീത്ത പറഞ്ഞത്. ശരി, ഹാരിസ് മദനി. ഇപ്പൊ കൊടപ്പനക്കൽ തറവാട്ടിനും പിടിച്ചത്. പിന്നെ അപ്പോഴാണ് ഈ പറഞ്ഞ നാസർ ഫൈസി കൂട്ടത്തായി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് സങ്കലനം നാസർ ഫൈസി വിഷാദ യോഗ എന്ന് പറഞ്ഞ ഏറ്റു വരുന്നത്. അപ്പോൾ ഏതായാലും റിസൾട്ടാണ് ഇത് സാധനം. സൊസൈറ്റിയിൽ ആളുകൾ, അതായത് ഇതിങ്ങനെ കുറേ പറയുമ്പോൾ ഇതൊക്കെ നാട്ടിലും ആൾക്കാരെ മുമ്പിലിട്ട് നാറ്റിക്കല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഒരു ചളിപ്പ്. ആ ചളിപ്പ് നല്ലതാണ്, അതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ചളിപ്പോണ്ടേ പോലെ മാറ്റുള്ളൂ, അല്ലാതെ ബൽക്ക് സ്വമേധയ തോന്നിയിട്ട് മാറ്റാൻ 1500 കൊല്ലമായിട്ട് മാറ്റിയിട്ടില്ല. അതിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കുറച്ചെങ്കിലും മാറ്റാൻ തുടങ്ങിയത്. അത് ചളിപ്പോണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല, അല്ലാതെ ഉള്ളൊന്നും തോന്നിയിട്ടല്ല. ഉള്ളും തോന്നണമെങ്കിൽ തല്ലുള്ള എന്തേലും വേണ്ടേ? ഇത് ഈ മുഹമ്മദ് അല്ലേ തല്ലിൻ്റെ ഉള്ളിലേ, പിന്നെ എങ്ങനെ ഒന്നാവാനാ മനുഷ്യൻ? അത് നമ്മള് ഇയാള് പറഞ്ഞ എന്താണെന്ന് കേട്ടുപോക. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്തന ക്ലിപ്പ് കേട്ടു. യുക്തിവാദിന്റെ ക്ലിപ്പാട്ടാ. ക്ലിപ്പ് നോക്കുമ്പോൾ ആൾക്കാർ പണ്ട് ഉമ്മൻചാണ്ടിന്റെ ക്ലിപ്പിന് വേണ്ടി ഓടിയ മാതിരിയാണ്. ഏതായാലും യുക്തിവാദിയുടെ ക്ലിപ്പാണ്. യുക്തിവാദിയുടെ ഒരു ക്ലിപ്പ്. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ.
അതൊന്ന് പേരത് മാപ്പിളക്ക് ഒരു പേര് അറബിയിലുള്ള പേരായിരിക്കുമല്ലേ ഉദ്ദേശിച്ച്? ആയിരിക്കുമല്ലോ നെൽപത്രമാനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഏതൊരു അന്തരം. ഓക്കെ. അവൻ പറയാണ് പള്ളിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മള്. അങ്ങനെ പറഞ്ഞു ഏത് യുക്തിവാദി ജോണ്ടടാ, വല്ലാത്തൊരു ജാതി യുക്തിവാദി. ഏതായാലും എനിക്ക് ഇതിനകത്ത് ഞാനൊരു പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ഏതെങ്കിലും BJP പ്രവർത്തകരെ ക്ലിപ്പ് കണ്ടാണ്ടൊക്കെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്താണ്ട് ദുആക്കെ മാറ്റേണ്ട അവസ്ഥയൊക്കെ ഈ സാധുക്കൾ എത്തിട്ടോ. അതായത് ഇത് BJP പ്രവർത്തക യുക്തിവാദിയാണോ? അത് പ്രചരണത്തിനിറങ്ങിയ മുപ്പരാണോ? ശരി, അൽഹംദുലില്ലാ. ഞാൻ പറയാം, എന്നാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണണേ. അത് നിങ്ങള് ഒരു BJP പ്രവർത്തകരോട് പ്രതികരിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങളത് മാറ്റിയല്ലോ, നല്ല അല്ല മാറ്റണം എന്നുള്ളൊരു തോന്നല് വന്നല്ലോ. അത് നല്ല കിട്ടല. അതിനും പോട്ടെ, ഇതാ ശശികലന്റെ അനുമോദനം ഉണ്ട് ഇതിന്. ആണോ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ല. ശശികല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടണ്. ശശിയടുത്തേക്ക് അങ്ങനെ പറഞ്ഞ എല്ലാ വശങ്ങളും ഒന്നിച്ചാ. അതെ, ശശികലന്റെ പോസ്റ്റ് ഇതാണ്: കാലാനുസരണം മാറ്റങ്ങൾ വരുത്തുവാൻ ഇസ്ലാമിക പുരോഹിതന്മാരും തയ്യാറാകുന്നതിൽ സന്തോഷമുണ്ട്. എന്നാലും ഒരു മാറ്റമില്ലാത്തതാണ് ശശികല ഇട്ട. വേറെ കാര്യം നന്നാവും തോന്നണില്ല. കാലങ്ങളായി നടത്തിയിരുന്ന ഒരു ശാപ പ്രാർത്ഥന. 37 എഴുതിയൊക്കെ തെറ്റിയാണ് എനിക്ക് തോന്നുന്നു, വേറെ ആരോ എഴുതി കൊടുത്താണ്. അത് പോട്ടെ, അത് അറബിയിൽ എഴുതിയപ്പം തെറ്റിയതാ, പോട്ടെ. അള്ളാഹുമ്മ ആയിസൽ, അതും മലയാളത്തിൽ എഴുതിയപ്പം തെറ്റിയാ, പോട്ടെ. അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് 37 അതിൻ്റെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പേരോട് ഉസ്താദ് തന്നെ ആ പ്രാർത്ഥന തെറ്റാണെന്ന് പറയുന്നു. അത് നല്ല സൂചനയാണ്. മതഭേദം വ്യക്തിബന്ധങ്ങൾക്കോ സാമൂഹിക ജീവിതത്തിലോ ഒരു പ്രശ്നമല്ല. പക്ഷേ അന്യനെ മോശമായി ചിത്രീകരിക്കുന്നതും അവന്റെ നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമൊക്കെ കുട്ടിക്കാലത്തെ തലയിൽ കയറ്റുന്നവർ എന്തുമാത്രം അന്യമത വിദ്വേഷികളായാണ് വളരുക. ഈ മാറ്റം സ്വാഗതാർഹമാണ്. ആരാ പറയണേ? മുതലാ പറയണേ. ഓക്കെ, എന്നാലും പോട്ടെ. എന്തായാലും ശശികലന്റെ ഒരു അഭിനന്ദനമൊക്കെ മൂപ്പർക്ക് കിട്ടി. ഇത് മറ്റേ സാധനമാണോ? പ്രഥമ ദൃഷ്ടിയ അവർ അകൽച്ചയിലാണെങ്കിലും അത് പറയാൻ പറ്റൂല. അന്തർധാരകൾ എന്തൊക്കെ ഉണ്ടാവും നമ്മക്കിപ്പോ അങ്ങനെ അറിയാലോ. അല്ല, നമ്മള് മുഫ്തി ഗ്രാൻഡ് മുഫ്തിന്റെ കണക്ഷൻ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഏതൊക്കെ വഴിക്ക് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് വരുന്നത്. പിന്നെ മൂപ്പര് പറഞ്ഞതേ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്ന് യുക്തിവാദി പറഞ്ഞു. പക്ഷെ ഇപ്പൊ യുക്തിവാദി അങ്ങനെ പറഞ്ഞോളന്നറിയില്ല. ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നൊരു ദുആ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കാഫിര്യങ്ങളെ അവിശ്വാസികളെ നശിപ്പിക്കണമെന്നുള്ള ദുആ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ ബഹുദൈവ വിശ്വാസികളെ നിന്ദിക്കണേ എന്ന് പറയുന്ന ദുആ അതും ഞാൻ കേട്ടിട്ടുണ്ട്. നശിപ്പിക്കണം, ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്ന് കേട്ടില്ല. അവരെ നിന്ദ്യരാക്കണേ, തരം താഴ്ത്തണേ, രണ്ടാം തരക്കാരാക്കണേ, മോശമാക്കണേ, അപമാനിതരാക്കണേ, അതൊക്കെയാണ് അതില്ല എന്നുള്ളതിന്റെ അർത്ഥം. അതെ. പിന്നെ അതേപോലെ അല്ലാഹുമ്മ അഹ്ലിക്കിൽ കഫറത്ത വൽ കാഫിരീൻ അതും കേട്ടിട്ടുണ്ട്. കാഫിർ പിന്നെ കുഫറിനെയും കാഫിരീങ്ങളെയൊക്കെ നശിപ്പിക്കണേ എന്നുള്ള ദുആയും കേട്ടിട്ടുണ്ട്. അതിപ്പോ നമ്മളെ ഈ പേരോട് ചങ്ങായിന്റെ തന്നെ സമസ്തന്റെ വലിയ ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞ ചങ്ങായി ഉണ്ടായി, നെല്ലിക്കുത്ത് ഇസ്മായിൽ. അയാളൊരു കുത്തുബന്റെ ഇടർക്കാണ്. ഇവിടെ പരമ്പരാഗതമായിട്ട് ഓതിപ്പോരുന്ന കുത്തുക പോരാൻ തോന്നിയപ്പം എപ്പിക്കാർക്ക് പിന്നെ അങ്ങനെയാണല്ലോ ഒരു 110. അപ്പൊ ആ 110 കൂട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് കുത്തുബന്റെ ഇടർക്കാണ്. നബാത്തി പോരായിട്ട് ആ കുത്തുബന്റെ ഏടില് അത് പറയുന്നുണ്ട്, കാഫിര്യങ്ങളെ നശിപ്പിക്കണേ, അവരുടെ വീടുകളെ തകർക്കണേ, കാഫിര്യങ്ങളെ വീടൊക്കെ തകർക്കണേ. മനുഷ്യന്റെ ഒരു മനസ്സേ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. ജാതി ഇറപ്പൊടിച്ച ജീവികള് ഇതൊക്കെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ എണ്ണേണ്ടത്. അതാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചുണ്ട്. ഒരു വെള്ളിയാഴ്ച പള്ളി പോയാണ്ട് കുത്തിരുന്ന കൂട്ടം കൂടി കുത്തിരുന്നത് വായിക്കാം. കാഫിര്യങ്ങളെ നശിപ്പിക്കണേ, ഓരോ വീടൊക്കെ തകർക്കണേ, ഓരോ മക്കളൊക്കെ എത്തിമാക്കണേ. പക്ഷെ പടച്ചമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ, ദ്വായക്ക് എന്തായാലും ഉത്തരം കിട്ടൂല എന്നറിയാം. എന്നാലും ഈ മനസ്സ് കാണാതെ പോയത് അച്ഛൻ. അതെ, ഇതിന് ആമീൻ പറയണോന്റെ ഒക്കെ മനസ്സുണ്ടല്ലോ അവിടെ കുത്തണം. ഉണ്ടല്ലോ വലിയ കോളായിട്ട് ജാതിയാരെ പൊടിച്ച മനിന്റെ എങ്ങനെ നിങ്ങൾക്ക് പിന്നെ സമാധാനം കിട്ടുക ഈ ജാതി കെട്ട മനസ്സായിട്ട് നടന്നാല്. നമ്മളെ പേരോടത്രമാന് പറയാനുള്ള ഇതാണ്. ഇത് കേട്ടോക്കെയാണ് നിങ്ങള്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്.
അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്നുള്ള നിലക്ക് അവരുണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഓ വല്ലാത്ത അത് സംശയം. ഇത് കേൾക്കുന്ന ഇതിപ്പോ നമ്മളെ തലയിലായോ? അല്ല, ഒരു ഇച്ചിരിയെങ്കിലും ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം കാസിം പറഞ്ഞ പോലെ ഉളുപ്പ്, അതൊരു ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പൊന്നാര പേരോടായിട്ട് ഇത് പറയോ? അത് മുജാഹിദോട് ഉണ്ടാക്കിയോ, നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയോ പ്രാർത്ഥനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വല്ലാത്ത ജാതി മുതലാണ്, വല്ലാത്ത ജാതി മുതല. ഇങ്ങനെയാണ് ലിബറൽ, ഇത് നമ്മളതല്ല തോരുന്നത്, ഇങ്ങനെയാണ് ലിബറലിസം. അതെ അതെ. ഞമ്മക്ക് അത് ശരിക്കും നോക്കാം. ഇനിയിപ്പം വിവരം കെട്ട ആൾക്കാരാണോ അത് ഇതാക്കണം എന്നുള്ളത്. വിവരമില്ലാത്ത പേരോടെന്ന് പറയുമ്പോൾ പറഞ്ഞതാണ്, ചില വിവരം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇത് കുറെ മൊയന്തകൾ ഇത് ഇതാക്കലുണ്ട്. നമുക്ക് നോക്കാം ഒരു ഇത്. ആദ്യം തന്നെ നമ്മളെ കാന്തപുരം ആണെന്നാണ് പേരോട് പറയണേ, നമുക്കറിയില്ല. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. കട്ടി പോരാഞ്ഞിട്ട് മൂപ്പരത് ആവർത്തിച്ച് പറയണം. 3 പ്രാവശ്യം ആവർത്തിക്കണം. പിന്നെ ആദ്യത്തെ അങ്ങോട്ട് ആമീൻ അങ്ങോട്ട് തേഞ്ഞില്ല, എന്നിട്ട് പിന്നെ മൂപ്പര് ആവർത്തിച്ച് പറയണം. പക്ഷെ ഇതിനൊക്കെ പേരോടിന് ഇതിനും ക്യാപ്സ്യൂൾ കിട്ടോ. മൂപ്പരേതാ മോനങ്ങളെന്താ വിചാരിച്ച മൂപ്പര് എന്താ ഇത് സംഭവം ഇത് തേയൂലേ ഇങ്ങനെ പറഞ്ഞാലേ? ഇതിപ്പോ മുജാഹിദുകൾ തലയിലിട്ട് കഴിഞ്ഞാൽ മുജാഹിദുകൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ കണ്ടിരിക്കണ്. പക്ഷെ മുജാഹിദുകൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ല, അതിന് ക്യാപ്സ്യൂളിന്റെ പേരോടിന് എടുത്തത് കേട്ടോളി. അവനെ പോലത്തേതോ വിവരം കെട്ടവരുതായിരുന്നു നമ്മളെ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. കണ്ടോ, കാന്തപുരച്ചന്മാര് ഏതോ അവനെ പോലെ ഏതോ വിവരം കെട്ടവല്ലോ ഇതോ ആയിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഉത്തരവാദി. നമ്മളങ്ങനെ ദ്വാരക്കയില്ല. പോട്ടെ, നമുക്കിപ്പോ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം മൂപ്പർ അങ്ങനെ ദ്വാരക്കയില്ലാന്ന്. എന്നാൽ ഈ അലിബാഫക്ക് മൂപ്പര സിറാജുൽ കുത്തുന്നത് ദ്വാരക്കുണ്ട്. ഇയാള് പറഞ്ഞ മൊയന്തകള് ഇത് കേട്ടോ നിങ്ങള്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഈ അലിബാഫക്ക് സിറാജുലത ഇരുന്ന് ദ്വാരക്കുമ്പോഴേ അതിന്റെ തൊട്ടുപുറത്ത് വിട്ടുന്ന പേരോടന്തുറ. ഇനി വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചരാ പേരോടതുറമ ഇത് ദ്വാരുന്നില്ല. എന്നാ ഈ പിന്നെ അലിബാഫക്ക് ഈ ദ്വാരുന്നതിന് ആമയും പറഞ്ഞോ ഇല്ല എന്നുള്ളതെന്ന് പറഞ്ഞു തരുമോ? അല്ലേ? ഇനി ഇതാ പിന്നെ ഖലീൽ ബുഖാരിന്റെ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഇടക്കൊന്ന് ചെക്കല്ലോ, ഇങ്ങനെ ഓർത്തെടുക്കാണ്. ഇനിതാ മർക്കസ് പള്ളിയിൽ നടക്കണ കുത്തുബ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഈണൊക്കെ കേട്ടായിരിക്കോ അതോ മെഹബുള്ള ഒരു പാട്ടാ? അതെ. ഇനിതാ മർക്കസ് പള്ളിയിൽ തന്നെ നടക്കണ വേറെ കുത്തുബ. اللهم أعز الإسلام والمسلمين اللهم أعز الإيمان والمؤمنين اللهم أذل الشرك والمشركين اللهم أذل الكفر والكافرين اللهم أذل البدعة والمبتدعين. അടുത്ത ലെവലിലേക്ക് അവിടെ കൊണ്ടൊന്നും നിന്നല്ലോ. اللهم دمر أعداءنا اللهم دمر أعداءنا. നമ്മളെ ശത്രുക്കളെ നീ ശരിയാക്കണേ. ഇപ്പൊ അത് ഈ കാരൊക്കെ ശരിയാക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചത്. ഇപ്പൊ എല്ലാരും കൊടുങ്ങല്ലോ, നമ്മളെ ഹസൈൻ ഉസ്താദ് വരെ കൊടുക്കല്ലോ, കൊടുക്കുന്നില്ല. പിന്നെ മൂപ്പര് ശത്രുക്കൾക്കൊരു വിശേഷണം കൊടുത്തു. നമ്മളെ ശത്രുക്കൾ ആരാ? നമ്മളെ ശത്രു എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ അങ്ങോട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം മൂപ്പര്. നമ്മളെ ശത്രുക്കൾ എന്ന് പറഞ്ഞാല് പഠിച്ചവന് മൂപ്പര് ക്ലാസ് എടുത്ത് കൊടുക്കാണ്. അന്റെയും കൂടി ശത്രുക്കളാട്ടോ, നമ്മളെ ദീനിന്റെയും മുസ്ലിമിനും ഒക്കെ ശത്രുക്കളെ പഠിച്ചവന് പഠിപ്പിച്ചു കൊടുക്കണം കൂടിയിട്ട് മൂപ്പര്. വല്ലാത്ത അത് അത് പിന്നെ പഠിച്ചവന് ക്ലാസ് തീർക്കാണ്. നമ്മളെ ശത്രുക്കൾ ആരാന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. അല്ല, പഠിച്ചവന് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. ഇത് കേരളത്തിൽ സൗദി അറേബ്യയിലാണെങ്കിലും മൂപ്പർക്ക് അത്യാവശ്യം മൂപ്പർക്ക് മെസ്സഞ്ചർ ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പോ നോക്കണത് കാന്തപുരം നേരത്തെ ദുബായിൽ ഇരുന്നാണെന്ന് വരുന്നത്. ആണോ?
ആണോ? അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ വേറെ സാധനമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ലോകം പിന്നെ കൺട്രോൾ ചെയ്യുന്നത് മൊയ്തീൻ മറ്റേയാളാണല്ലോ. ആരാണ് നമ്മളെ മടവൂര് ആയതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഏൽപ്പിച്ച മടവൂരിനാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ വല്ലാക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഈ സാധനം നമ്മളെ മറ്റേ ടീമാട്ടാ. അങ്ങനെ ആയിരിക്കും, അതിനുള്ള സാധ്യത ഉണ്ട്. പരിചയപ്പെടുത്തിയതിൽ തെറ്റില്ല കേട്ടാ. അള്ളാഹ് നമ്മളെ വിവരം കെട്ടോൽ ആരൊക്കെയാണ്? വിവരം കെട്ടോലെന്ന് പറഞ്ഞാൽ ഒക്കെ മൂപ്പര കമ്പനിക്കാരാണ്. മൂപ്പര കമ്പനി മാത്രമല്ല, വേറെ ഉണ്ടാവല്ലോ വിവരം കെട്ട്. വിവരം കെട്ടൊന്നുമില്ല വിവരം കെട്ടെ. മുജാഹിദ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിപ്പോ ഓരുണ്ടാക്കിയാണല്ലോ നമ്മള് ഐദീനുണ്ടല്ലോ. ഐദീൻ എന്താണ് ഐദീദ് ഉണ്ടല്ലോ നമ്മള് പണ്ട് ഏത് ഇൻസെസ്റ്റ്, അതായത് മാതാവിനെ വിചാരിച്ച നമ്മള് ചെറുക്ക് ചെയ്യാൻ ഞാൻ മതി എന്നുള്ള മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഇതേവരെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. മൂപ്പര് 3 പ്രാവശ്യം അങ്ങോട്ട് ഓതിയിട്ട് ഉറപ്പിക്കുക ചെയ്യണത്. മൂപ്പരെ ഹുത്തുബ വെള്ളിയാഴ്ച ഹുത്തുബയില് ഇങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ നല്ലൊന്നും ദ്വാരക്കല്ലേക്കും പള്ളി പോയിട്ടുണ്ട്. അല്ല നമ്മളെ മറ്റേ ആളുണ്ട്, ഞാൻ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെതിരൊന്നുമല്ല കേട്ടോ എന്ന് പറയണ ഹുസൈൻ സലഫി. മൂപ്പരെന്താ മൂപ്പര് ഇതേപോലെ തന്നെ ഇതാരോ ഇതിലിപ്പോ പേരോട് പറഞ്ഞ മൊയന്തകളിൽ ഇപ്പൊ എല്ലാവരും ഉണ്ടാവും. അതിപ്പോ സുന്നികളും മുജാഹിദുകളും അല്ല, അതില് പേരോടന്നെ ഉണ്ടല്ലോ. കാരണം മൂപ്പര സിറാജുലുദയില് മൂപ്പരവിടെ കുത്തിരിഞ്ഞേണ്ടല്ലേ നമ്മൾ അലിബാഫക്ക് ഇത് വരുന്നത്. മൂപ്പരാമീൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞോണം നമുക്കറിയാം. ഇനിയിപ്പോ അലിബാഫക്കിന്റെ മൂപ്പര ആമീൻ പറയണ്ടോ നിങ്ങൾ ആർക്കറിയാം. അല്ല ഇതിപ്പോ സുന്നികൾ എന്നെ പിടിച്ചിട്ട് തേറില് വിട്ടല്ലോ അല്ലേ? സുന്നികൾ വിടാതെക്കോ. കാരണം എല്ലാ മൂപ്പര ശത്രുക്കള് നേരത്തെ മൂപ്പര് പ്രാർത്ഥിച്ച് ഭണ്ഡാരടക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച് ഇത് എല്ലാ പള്ളിയിലും വരക്കണതാണ്. ഇത് വരക്കാത്തൊരു പള്ളി കേരളത്തിൽ ഉണ്ടാവില്ല. എന്നിട്ടാണ് ഈ നുണ പറയണത്. ഇയാളൊക്കെ ധൈര്യായി. പക്ഷെ നമ്മള് ഹുസൈൻ ഒരു സാഹിബ് ഉണ്ടല്ലോ, اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة. മൂപ്പര് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുണങ്ങിയിട്ട് അടുത്ത ചാടി ഉണ്ട് കേട്ടോ. കുറച്ച് കൂടുതലാണ്. മൂപ്പര് മറ്റേതാ മതസൗഹാർദ്ദ ബിരിയാണിയുള്ള ഒരാളാണ്. മൂപ്പര് ഒരു ലിബറലിസം കോംപ്ലൈന്റ് ഇസ്ലാം ഉണ്ടാക്കാൻ നടക്കണ നമ്മളെ പണക്കട്ട തങ്ങളുടെ ടീമാണ്. കൊടപ്പനക്കൽ തറവാടായിട്ടുള്ള കാര്യപ്പാന്ന് തോന്നുന്നത്. ബാക്കി ഒരുവിധ ആൾക്കാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയണ വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ നമ്മള് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മള് യുക്തിവാദി അതായത് മോപ്പിളിന്റെ പേരുള്ള ഒരു യുക്തിവാദി പറഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ബോധം വന്നത്. ഏത് ഇടത് പറയണ അത്ര ശരിയാണോ എന്നുള്ളൊരു സാധനം അല്ലേ. അപ്പോൾ ഇതെല്ലാവരും പറഞ്ഞിട്ടുണ്ട് സാധനം. എന്നിട്ടിപ്പോൾ ഇത് അവസാനം ഇപ്പം എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? ഇതിപ്പോൾ കുറേ ഇസ്ലാം പിന്നെ ഈ പറഞ്ഞ മൂപ്പരെ ഹസനി ഉസ്താദും പേര് എല്ലാവരും കൂടെ എടുത്ത് എയറിൽ വിട്ടപ്പോൾ എന്താ മൂപ്പര് പറയണേ? എയറിൽ വിട്ടപ്പോൾ മൂപ്പര് ന്യായീകരണമായിട്ട് ഇറങ്ങിയാണ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. മൂപ്പര് ന്യായീകരണം ആ ന്യായീകരണത്തിനെ കാട്ടി കൊളായിരുന്നു. നൂരിനല്ല നൂരി എന്ന് പറഞ്ഞ മാതിരി കളവിനല്ല കളവിനുള്ള അവസ്ഥയായി പോയി. പണ്ട് ഈക്കാരൊരു ബുക്ക് ഇറക്കി കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 10 ഉണ്ടാവും പേരോടിന്റെ തെരഞ്ഞെടുത്ത ബുക്ക് ഇറക്കിയ. ആജാദ് ലെവലിലെത്തിന് ഇപ്പം മേഘി. അപ്പൊ എന്താണ് ഇനി മൂപ്പരെ ഭാവി പരിപാടികൾ? മൂപ്പരെ ഭാവി പരിപാടി പറഞ്ഞാല് മൂപ്പര് ബടായി തുടരുകയാണ്. ആദ്യം ഞമ്മളിത് ദ്വാരക്കല്ലെന്ന് പറഞ്ഞ് പിന്നെ മൂപ്പര് നുണ പറയാണ് ഞമ്മളിതാണ് ഇങ്ങനെയാണ് ദ്വാരക്കല് എന്ന് പറഞ്ഞത്. എയറിൽ പോയപ്പോ അല്ല ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. ആ സമയത്ത് തന്നെ അതെ നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഉളപ്പില്ലാതെ നുണ പറയണ പേരോടെ അന്തസ് എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ പേരോടെ ഒരു വെല്ലുവിളിയാണ്. നെല്ലിക്കുത്തിന്റെ കുത്തുബ അതാണല്ലോ പെങ്ങളെ കുത്തുബ, അല്ലെങ്കിൽ നബാത്തി കുത്തുബ, അതല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓതുന്ന ഏതെങ്കിലും കുത്തുബ ദ്വാന്റെ ഏട് ഇതെടുത്തിട്ട് മൊത്തം മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കണേ, എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്ത് കൊടുക്കണേ എന്നുള്ള ഒരു ദ്വാ ഉളുപ്പുണ്ടെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ ഇനി പേരോട് അന്തസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാ പോട്ടെ, അന്തസ് നിങ്ങളെ മതത്തിലുണ്ട് എന്നുള്ള തോന്നലുള്ള ഏതെങ്കിലും ഒരുത്തം കൂട്ടത്തിലുണ്ടെങ്കിൽ അജ്ജാതി ഒരു ദ്വയങ്ങളൊന്ന് കാണിച്ചെന്നാണ്. ഗ്യാപ്പിലൂടെ നുണ പറഞ്ഞ തീരുക. പേരോട് ഓർത്ത് വെച്ചതാണ് വെല്ലുവിളി. അന്തസ് ഉണ്ടെങ്കിൽ അന്തസ്സുള്ള മതത്തിന്റെ നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, മറ്റേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പണ്ട് നാട്ടിക മൂലര് കാന്തപുരത്തിനെ പറ്റി പറഞ്ഞു, ഫതുഹുൽ മുഈൻ പോലും മറന്ന ആ സാധു
ഇത് കണ്ടപ്പോ ഈ പേരോടിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് ഫത്താവൽ ഹദീസിയെ പോലും മറന്ന ആ സാധു എന്ന് പറയാനാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഫത്താവൽ ഹദീസിയെങ്കിലും നോക്കിയാണെങ്കിൽ ഈ ജാതി ബണ്ടൽ പൊട്ടിക്കൂല. അങ്ങനെ ഒരു പ്രാർത്ഥിക്കലുണ്ടോ? അങ്ങനെ ഇസ്ലാമിൽ പ്രാർത്ഥിക്കാൻ പാടണ്ട മൂല്യാരെ, നിങ്ങൾ പറയേ. എന്നാൽ എന്റെ വകയും കൂടി ഒരു വെല്ലുവിളി ഉണ്ട്. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ കുത്തുബന്റെ ഏടാണ്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും കൂടിയാണ് വെല്ലുവിളി. ഈ ഒരു കുത്തുബന്റെ ഏടില് ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്ന ഒരൊറ്റ ദുആങ്ങളൊന്ന് കാണിച്ചു തരുമോ? ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്നത്. ഇനി ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദുആന്റെ മുറി ആയാലും മതി. എന്നാൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വെല്ലൂരിൽ നിന്നുള്ള സനതുള്ള മുടിവള 2 കുപ്പി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ പണ്ടേ ദർസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഹ്സനി മൂല്യാർ വന്നേനി. അഹ്സനി മൂല്യാർ എന്ന് പറഞ്ഞാല് വിവരം കെട്ട എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞ കാന്തപുരം മൂല്യാരില്ലേ, ആ മൂല്യാരുടെ സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റായ ഈ സുലൈമാൻ മൂല്യാരുടെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദെടുത്ത് ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ അഹ്സനി മൂല്യന്മാര്. ഇതേ ദ്വാനെ പറ്റി തന്നെ ആ മൂല്യാരോട് ഞാൻ ചോദിച്ചിനി. അപ്പൊ അന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ദ്വാരക്കണതിന് പകരം എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണേ എന്ന് ദ്വാരുന്നാ പോരെ എന്ന് ഞാൻ ചോദിച്ചിനി. അപ്പം മൂപ്പര് പറഞ്ഞ് ഞാൻ അത് ഉസ്താദിനോട് ചോദിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്നും പോയി. പിന്നെ മൂപ്പര് ഉസ്താദിനെ പോയി കണ്ടുവന്നതിന് ശേഷം, അതായത് ഈ സുലൈമാൻ മൂലരെ പോയി കണ്ടുവന്നതിന് ശേഷം എന്നോട് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കൂടിയും വേണ്ടി ദ്വാരക്കണം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പാടില്ല. കാരണം എന്താ വെച്ചാൽ വലഖദ് റഅ്നാലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസി എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ ആശയത്തിനെതിരാവും ഇങ്ങനെ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നരകത്തിന് വേണ്ടി മാത്രമായിട്ട് മനുഷ്യന്മാരെ കൂട്ടത്തുനിന്നും ജിന്നുകളെ കൂട്ടത്തുനിന്നും ഒരുപാട് ആൾക്കാരെ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയണ. അതെ അതെ എന്ന് പറയണ ഈ ഖുർആന്റെ നെസ്സായി വന്ന ഇതിന്റെ ആശയത്തിനെതിരാകുമ്പോൾ അങ്ങനെ ദ്വാ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണമെന്ന് വേണ്ടി ദ്വാരക്കാൻ പാടില്ല എന്നാണ് അന്ന് എന്നോട് ആ ഉസ്താദ് പറഞ്ഞത്. ഞാനത് ഒരു 2-3 കൊല്ലം മുന്നേ 2022 ഞാൻ FB അത് പോസ്റ്റ് ചെയ്തിരുന്നു. അഷ്കർ അലീൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ പത്രസമ്മേളനം നടന്നിനല്ല. അപ്പം അന്ന് ആ സമയത്ത് ഞാൻ ഈ ഒരു അനുഭവം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിന്. ഇത് വേറൊരു മൂല്യാരെടുത്ത് ഇതേപോലെ ഒരു ആൾ സംശയം ചോദിക്കുന്നുണ്ട്, ഏതാണ്ട് ഇതേ സംശയം തന്നെ, ഞാൻ ഈ ചോദിച്ച സംശയം തന്നെ. അപ്പം അതിന് ആ മൂല്യാർ കൊടുക്കുന്ന മറുപടി ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ. هل يجوز لشخص أن يقول اللهم اهد الناس أجمعين؟ മൂപ്പര് ചോദിക്കുകയാണ്, അതായത് ജനങ്ങളെ മൊത്ത ഹിദായത്തിലാക്കണേ എന്ന് തേടാൻ പാടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചതെന്ന് ചോദ്യകർത്താവിനോട് മുഫ്തി ചോദിക്കുകയാണ്. അപ്പം മൂപ്പര് അതേന്ന് പറയും. ويريد عموم الخلق لا يجوز، لأن هذا تعدي في الدعاء ومخالف لما خلق الله الخلق عليه، لأن الله قال. കാര്യം മൂപ്പര് പറയണത് ഇത് പിന്നെ മനുഷ്യന്മാരെ മൊത്തത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹലാലല്ല, അങ്ങനെ ദ്വാരക്കൽ ജായിസ് അല്ല, അല്ലെങ്കിൽ അനുവദനീയമല്ല. കാര്യം അത് അള്ളാഹു തന്നെ വ്യക്തമാക്കിയത് പ്രകാരമുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനെതിരാണ്. هو الذي خلقكم فمنكم كافر ومنكم مؤمن. കാരണം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രേ, പിന്നെ നിങ്ങളെ പഠിച്ചത് ഞാനാണ്, ചില ആൾക്കാരെ കാഫിറാണ്, ചില ആൾക്കാരെ മുഅ്മിനാണ്, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും അതിന് വേണ്ടി ദ്വാരക്കാൻ പറ്റൂല എന്ന്. ولأن الله قال ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها. പിന്നെ മൂപ്പര് അടുത്ത ആയത്ത് ഇതാണ്, നേരത്തെ ഞാൻ എനിക്ക് മറ്റേ ഉസ്താദ് പോയി തന്ന അതേ ആയത്ത് തന്നെ. വലഖദ് ദറഅ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തുനിന്നും ജിന്നുകളെ കൂട്ടത്തുനിന്നും നരകത്തിനും വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരക്കത് എല്ലാവരും അള്ളാഹ് എന്തൊരു ജാതി മനുഷ്യൻ. എന്റെ പൊന്നാര പേരോടെ ഈ പാവം പേരോട് എന്തിനാ തൂങ്ങിയത്? പുടുത്തം കിട്ടാത്ത എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടിടോ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് വിടുവായത്തും പച്ച നുണയും വിളിച്ച് പറഞ്ഞു നടക്കാണോ പേരോടെ? കക്കാണല്ലോ പേരോട് പറഞ്ഞു ഓഫീസ് പൂട്ടി പോകും പേരോടെ. ഇനി നമ്മള് ശരിക്കും എന്തിനൊക്കെ വേണ്ടിയിട്ട് അത് വരക്കല് എന്നുള്ള നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അതിന് നമുക്ക് ഇയാളെ ഉസ്താദ് കാന്തപുര പൂക്കറിനെ തന്നെ എടുക്കാം. മെയിൻ മുടിനെ തന്നെ എടുക്കാം.
ഈ എല്ലാ മുടികളും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ അറബിയിൽ ദ്വാരക്കുമ്പോൾ ദ്വാരക്കണം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഉള്ളത് ഞാൻ പറഞ്ഞതാ. മലയാളത്തിൽ ദ്വാരക്കുമ്പോൾ കുറച്ചൊക്കെ കൂട്ടലുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടോക്കി. നേരത്തെ അല്ലാഹുമ്മ ഐസ എന്ന് പറഞ്ഞിട്ട് ദ്വാരുന്നതിന്റെ ബാക്കി തന്നെയാണ്. കാന്തപുരത്തിന്റെ തന്നെ വേറെ ആരുമല്ല. اللهم انصر المسلمين في مشارق الأرض ومغاربها. അല്ലാഹുവേ, ഭൂമിന്റെ കേക്ക് നമ്മക്കറിയില്ല കേട്ടോ. ഭൂമിന്റെ കേക്ക് ഏതാന്ന്? മഗാരിബിഹ, ഭൂമിന്റെ പടിഞ്ഞാറ്. അതിന്റെ ഇടയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ വെച്ച് സഹായിക്കണേ. എവിടെ ചെങ്ങങ്ങളെ മനുഷ്യന്മാരെവിടെ പോയി? നിങ്ങൾ മനുഷ്യന്മാർക്ക് വേണ്ടി യാത്ര എന്നും പറഞ്ഞാണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ വേറെ ഫേസ് ഉണ്ടാക്കാൻ വേണ്ടി യാത്ര നടത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ ഉള്ളതല്ലേ? നിങ്ങൾ മാത്രം കൂടിയിരിക്കണ സ്ഥലത്ത് നിങ്ങൾ എന്താ ദ്വാരക്കണത്, എന്താ ചെയ്യണമെന്നുള്ളതല്ലേ നിങ്ങളെ ഉള്ളു. മറ്റതൊക്കെ നിങ്ങൾ പുറംപൂച്ച് കാണിക്കണല്ലേ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാർക്ക് തിരിച്ചറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. اللهم انصر المسلمين في مشارق الأرض ومغاربها. അതുകൊണ്ട് അതിനും ഒരു തെക്കീത്. ഒരിക്കൽ പറഞ്ഞാൽ മൂപ്പർക്ക് ശരിക്കാണ്ട് കേൾക്കൂല അടച്ചോനെ. അപ്പൊ മൂപ്പര് ഉണ്ടല്ലേ. അതിലൂടെ മനുഷ്യന്മാരെ കാര്യം മൂപ്പര് പറഞ്ഞത് നിങ്ങൾ കേട്ടാ? ആരും കേട്ടാ? നമ്മൾ കേട്ടിട്ടില്ല. മനുഷ്യന്മാർക്ക് നമ്മളെ ആൾക്കാര്, അതെ നമ്മളെ കാക്കാര് ഇങ്ങനത്തെ സാധനം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇനി അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ കേട്ടോ നിങ്ങള്. ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ. ആരെ? ഞങ്ങളെ. ഈ നാടിനെ കാക്കണേ പഠിച്ചോനെ. ദുബായി പോയിരുന്നിട്ടാ പറഞ്ഞ കേട്ടോ. ആ, ബാക്കി മുസ്ലിങ്ങളുള്ള എല്ലാ നാടിനും കാക്കണേ. കേട്ടോ? ഇതില് നമ്മളെ നാടുണ്ടല്ലോ ഒരു നാട്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ നാടിനെ കാക്കണേ നിങ്ങളോട് കേട്ടോ? അതാണ്. അതായത് മുസ്ലിങ്ങളല്ല എല്ലാ നാടിനും എല്ലാ മോശപ്പെട്ട കാര്യത്തിനും വെറുക്കപ്പെട്ട കാര്യത്തിനും ഒക്കെ കാക്കണേ പടച്ചോനെ. ജാതി മനുഷ്യൻ. എന്നിട്ടാണ് പേരോടെ ഈ താണ്. അല്ല, അതെങ്ങനെ ഞങ്ങള് അത് പറയാ? ഞങ്ങള് മൂപ്പര് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് മനുഷ്യന്മാരുടെ നാടാണ്, മറ്റേത് മുസ്ലിങ്ങളായ മനുഷ്യന്മാരുടെ നാടാണ്. വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മറന്നു വരുത്. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ്. എന്താ ചെയ്യാ? ഇനി മർക്കസ് പള്ളിയിലുള്ളതുമായ അള്ളാഹുവെ മുസ്ലിങ്ങളുടെ പട്ടാളത്തിനൊക്കെ സഹായിക്കണം. താലിബാന്റെ പട്ടാളം, പാകിസ്ഥാന്റെ പട്ടാളം, ബംഗ്ലാദേശിന്റെ പട്ടാളം, യമനിൽ കൊണ്ടുപോയി ബോംബ് ഇട്ടാണ്ട് ആ കുട്ടികളെ മുഴുവനും കൊല്ലണ 4 ലക്ഷം കുട്ടികളെ കൊന്ന സൗദിന്റെ പട്ടാളം, UAE പട്ടാളം. മറ്റേ എവിടെയാണ് ആ സ്വർണത്തിന്റെ കയ്യിലുള്ള ഇതെവിടെ? ഇനി നമ്മളെ സുഡാനിലെ മറ്റേ പട്ടാളം, നമ്മളെ UAE സ്വർണ്ണം എടുത്ത് കൊടുക്കണ പട്ടാളം. ഇവലൊക്കെ സഹായിക്കണേ. ഇതാണ് ദ്വാരക്കണത്. ഇന്ന് മർക്കസിന്റെ പള്ളിയിൽ വെച്ചേ അന്നത്തെ ദ്വായ ഫുള്ള് അങ്ങോട്ട് കേൾപ്പിച്ചുതരാം. ഇന്നിപ്പോ എത്ര ഡേറ്റ്? 2-ാം തീയതി. നമ്മള് റെക്കോർഡ് ചെയ്യണ 2-ാം തീയതി. അതെ, 2/1/2026 നടന്ന ജുമാ നിസ്കാരം മർക്കസിന്റെ കോംപ്ലക്സ് പള്ളി കോഴിക്കോട് നഗരത്തില് നടന്ന ദ്വായ ഞാൻ ഫുള്ളായിട്ടാണ് കേൾപ്പിച്ചുതരാം. اللهم اغفر لنا وللمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات وقاضي الحاجات اللهم انصر الإسلام والمسلمين في كل بلاد ومكان. അള്ളാഹുവേ, മുസ്ലിങ്ങളെ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തുള്ള മുസ്ലിങ്ങളെയൊക്കെ സഹായിക്കണേ. ودمر أعداءك أعداء الإسلام والمسلمين. അള്ളാഹുവേ, ഇസ്ലാമിന്റെയും നിന്റെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ശത്രുക്കളെ നീ തകർക്കണേ. اللهم اشفنا واشف مرضانا ومرضى المسلمين. അള്ളാഹുവേ, ഞങ്ങളെ സൂക്കട് മാറ്റണം. നിങ്ങളെ സൂക്കടൊന്നും ദ്വാരണ മാറൂല. മനുഷ്യത്വം തലേ കയറഞ്ഞാല് മുസ്ലിങ്ങളെ സൂക്കടൊക്കെ മാറ്റണേ.
ഇതിലൂടെ മനുഷ്യന്മാരെ കാര്യങ്ങൾ പറയണേ. اللهم أعزنا ولا تذلنا ولا تقطع رجاءنا وآمنا في أوطاننا واحفظ بلادنا وسائر بلاد المسلمين من كل سوء وفتن ما ظهر منها وما بطن. ഞങ്ങളെ നാട് മുസ്ലിങ്ങളുള്ള എല്ലാ നാടിനും ഈ കാക്കണേ പടച്ചോനെ. കത്താളി. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم أصلح شبابنا ونساءنا يا رب العالمين. اللهم أيد علماءنا وأمراءنا وفقهاءنا ومشايخنا الكرام أجمعين وأيد شيخنا الكريم وأعطه الصحة والعافية. ഷെയ്ഖുൽ കബീറിന് വേണ്ടി പ്രത്യേകം തീർക്കുക. API ബുക്കറിനാണ് പറയണേ. മൂപ്പര് കേരള യാത്ര കഴിഞ്ഞ അടുത്ത് വരുന്നേ. وبارك له في عمره وسفره يا رب العالمين. കേരള യാത്ര ഇത്. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا لصيام رمضان والقيام فيه وتلاوة القرآن وسائر الحسنات إن الله لا يضيع أجر المحسنين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل خير زماننا آخرة وخير أعمالنا خواتيمها وخير أيامنا يوم لقائك وارفع مقتك وغضبك عنا ولا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. ഇതിലെവിടെയാണ് പേരോടത്തരമാന്ന് വരുന്ന നേരത്തെ ഒരു ദ്വയുള്ളത്? നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ട മുസ്ലിങ്ങളാരുണ്ടെങ്കിൽ ഓല് പറഞ്ഞു തന്നാലും തിരക്കടില്ല. ലോകത്തിന് എല്ലാവർക്കും കൊടുക്കാനുള്ള അല്ലേ? അതെ അതെ, പേരോട് പറഞ്ഞാല്. അപ്പോൾ പേരോട് പറഞ്ഞത് എല്ലാവർക്കും നന്മക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ദ്വാർക്കല്. പിന്നെ അതേപോലെ ഇവിടെ മുശിരിക്കിന്റെ അർത്ഥം അതല്ല ഇതല്ല എന്നൊക്കെ മൂപ്പര് പറയണത്. ഇവരവരെന്നെ അംഗീകരിക്കുന്ന ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ കുത്തുബന്റെ ഏട്, അതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, 209 പേജിൻ്റെ കയ്യിലുള്ള ഏടിൽ കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസിൻ്റെ അവർ പബ്ലിഷ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൽ 209 ഈ ഏടിൽ 209 പേജിൽ അവസാനത്തിൽ പറയേണ്ടത് അയ്യുഹഖിറഹുൽ മുസ്ലിമി കുല്ലൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വ ഇർലുഹു എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വരി ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ യുഷീറു ഇലാ സദ്രിഹി സലാസ മറാത്തിൻ ബിഹസ്ബി ഇൻ മിന ശദ്ദി അയ്യുഹഖിറഹുൽ മുസ്ലിമി കുല്ലൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വ ഇർലുഹു. ഓരോ മുസ്ലിമിനും അവൻ്റെ മറ്റു മുസ്ലിമിൻ്റെ മേലിൽ ഹറാമാകും, അവൻ്റെ ചോരയും അവൻ്റെ മാലും ഇതൊക്കെ ഹറാമാണ്. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, അവൻ്റെ ധനം എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഇവിടെ എല്ലാവർക്കും നന്മക്കും വേണ്ടി ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെന്തേ ഇവിടെ കുല്ലു ഇൻസാനി എന്ന് പറയാതെ പോയത് എന്നാണ് ആദ്യം എനിക്ക് ഈ ഒരു സംഗതി വായിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കുല്ലൽ മുസ്ലിമി പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും നന്മക്കും വേണ്ടിയിട്ട് പറയണ മനുഷ്യന്മാർ. ഇനി മാനവ സാഹോദര്യം തുളുമ്പുന്ന പേരോടിൻ്റെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഏടിൽ അടുത്ത പറയുന്ന ഒരു ദുആ നമുക്കൊന്ന് കേട്ടോക്കാം. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. കാഫിരീങ്ങളായ സമൂഹത്തിനെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാഫിർ ആരാണ്? ഇസ്ലാമിനെ നിഷേധിച്ചോന്നൊക്കെ കാഫിറാ. അപ്പോൾ ആ പറയുന്ന എല്ലാ മനുഷ്യന്മാർക്കും എതിരിൽ സഹായിക്കണേന്നാണ് ഇവിടെ പറയുന്നത്.
അതും ഒരു മാനവികതയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ പ്രിയപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ അല്ലെങ്കിൽ മൂപ്പര ബുക്കിൽ എഴുതിയ അടുത്ത ദുആ, ഇവരെ കുത്തുബന്റെ ഏടിലുള്ള ദുആ, അല്ലാഹുമ്മ അഹ്ലിക്കൽ കഫറത വൽ മുശ്രിക്കീൻ. അല്ലാഹുവേ അഹ്ലിക്, നീ നശിപ്പിക്കണേ, അൽ കഫറത വൽ മുശ്രിക്കീൻ, അവിശ്വാസികളെയും അതുപോലെ ബഹുദൈവ വിശ്വാസികളെയും നീ നശിപ്പിക്കണേ. അഅദാക വ അഅദാഅദ്ദീൻ, നിന്റെ ശത്രുക്കളെയും നിന്റെ ദീനിന്റെ ശത്രുക്കളെയും നീ നശിപ്പിക്കണമേ. അല്ലാഹുമ്മ ഖജ്ജിബ് ദിയാറഹും, അല്ലാഹുവേ നീ അവരുടെ വീടുകളെ നീ തകർത്ത് കളയണമേ. വനക്കിസ് അഅലാമഹും, അവരുടെ പതാകകളെ നീ താഴ്ത്തേണമേ. വ അസില്ല അഖ്ദാമഹും, അവരുടെ പാദങ്ങളെ നീ ചിതറിക്കണമേ. ഈ നക്കിസ് അഅലാമഹും മറ്റേ അതില്ല ചിർക്ക വൽ മുശ്രിക്കീന്റെ വേറെ വേർഷൻ തന്നെയാണ് കേട്ടോ. വനക്കിസ് അഅലാമഹും വ അസില്ല അഖ്ദാമഹും, അവരുടെ കാലടികളെ നീ ചിതറിച്ച് കളയണമേ. വശത്തിത്ത് ജുമുഅഹും, അവരുടെ സംഘങ്ങളെ നീ ചിതറിപ്പിക്കണമേ. വമസ്സിഖുഹും കുല്ല മുമസ്സിഖിൻ കമാ മസ്സഖത അഅദാക യാ ഖൈറൻ നാസിരീൻ, അല്ലാഹുവേ നീ നിന്റെ ശത്രുക്കളെ ചിതറിച്ച പോലെ നീ അവരെ ചിതറിക്കണേ. ഈ മസ്സഖ എന്ന് പറഞ്ഞാല് കീറെന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇനി കീറലാണോ ഇനി ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഏതായാലും അതാണ് അടുത്ത്. ഇതൊക്കെ നിരന്തരം, ഇതൊക്കെ ഇപ്പോ ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരൊക്കെ ഇപ്പൊ ജാഹിലും വഹാബിയൊക്കെ ആണെന്നാണ് ഇപ്പൊ ഈ പേരോട് ഇപ്പൊ പറയുന്നത്. ഇനി നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാർക്കല് എന്നല്ലേ പറഞ്ഞേ. ഈ എല്ലാവർക്കും വേണ്ടി ദ്വാർക്കണ മൂല്യാരെ കുത്തുബന്റെ ഏടിലുള്ള അടുത്ത ദ്വാ, അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ, അല്ലാഹുവേ നീ മുസ്ലിങ്ങളുടെ സംഘങ്ങളെ നീ വിജയിപ്പിക്കണേ എന്നാണ്, സഹായിക്കണേ. അല്ലാഹുവേ നീ മുസ്ലിങ്ങളുടെ സംഘങ്ങളെ വിജയിപ്പിക്കണേ. അപ്പോ ഈ അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഈ ദ്വാ ഇപ്പൊ താലിബാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമിക്കാണ്, ഇതിലേതെങ്കിലും ഒരു കൂട്ടം ഇന്ത്യൻ ആക്രമിക്കാണ്. അപ്പൊ ആ സമയത്ത് ഇവര് കുത്തുബക്ക് ദ്വാർക്കാണ്, അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ, അല്ലാഹുവേ നീ മുസ്ലിങ്ങളുടെ സംഘങ്ങളെ നീ വിജയിപ്പിക്കണേ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ സഹായിക്കണേ എന്ന് പറയുമ്പോ, അതിപ്പോ ആർക്കും വേണ്ടിയുള്ള ദുആയപ്പോ ആവണത്. നേരെ മറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണെങ്കിൽ ഇവിടെ വേണ്ടി അല്ലാഹുമ്മ അൻസുർ ജുയൂശൻ നാസ് എന്ന് പോരെ, ജനങ്ങളുടെ സംഘങ്ങളെ വിജയിപ്പിക്കാന്ന് പോരെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ അടുത്ത ദുആ നമുക്കൊന്ന് കേട്ടോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ എല്ലാ വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, എല്ലാ മുസ്ലിങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, ആ മുസ്ലിങ്ങളിൽപ്പെട്ട മരിച്ചോലും ജീവിച്ചിരിപ്പുള്ളവരായിട്ടുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്, നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണവനും അതുപോലെ ആവശ്യങ്ങൾ നിറവേറ്റണവനാണല്ലോ. തൊയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും, അവരുടെ അന്ത്യത്തിന് നീ നന്നാക്കുകയും അവർക്ക് നീ സ്വർഗത്തിന് നൽകുകയും ചെയ്യണം. അല്ലാഹുമ്മ അഹ്ഫൽനാ മിൻ ജമീഅൽ ബലാഇ വൽ അഅദാഇ വൽ അംറാദ്. അപ്പോൾ ഇവിടെ ഫുള്ള് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ദ്വാർക്കാണ്, മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദ്വാർക്കാണ്, ഇവിടെ വേറെ ആർക്കും വേണ്ടിയുള്ള ദ്വാ അല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയണത് അല്ലാഹുമ്മ അഹ്ഫൽനാ, അല്ലാഹുവേ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ, അല്ലെങ്കിൽ സംരക്ഷിക്കണേ. അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരായിരിക്കും അവിടെ ഉദ്ദേശിക്കുക? ഉറപ്പല്ലേ മുമ്പ് പറഞ്ഞ പോലെയാണെന്നുള്ളത്. അപ്പം ഞങ്ങളെ, അതായത് മുസ്ലിങ്ങളെ നീ സംരക്ഷിക്കണേ. മിൻ ജമീഅൽ ബലാഇ വൽ അഅദാഇ വൽ അംറാദ്, എല്ലാത്തരം അസുഖങ്ങളിൽ നിന്നും എല്ലാത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. അല്ലാഹുമ്മ അൻസുർനാ അലൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ അക്രമികൾക്കെതിരിൽ ഞങ്ങൾ നീ സഹായിക്കണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളെ നീ സഹായിക്കണേ, നിഷേധികളായ സമൂഹത്തിനെതിരിൽ നീ സഹായിക്കണേ. അപ്പോൾ ഈ പറയണ കാഫിർ ആരാന്നുള്ളതും വ്യക്തമാണ്. മുസ്ലിം അല്ലാത്തവനൊക്കെ കാഫിർ. പിന്നെ ഈ ദ്വാർന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും, ദ്വാ ചെല്ലിയത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും. എവിടെയാണ് ഇതിലൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ള ദ്വാ? ഞാൻ കുറെ അരിച്ചു പൊറുക്കി കാണാമല്ല കേട്ടോ. ഇനി ഒറ്റ സംഗതി കൂടി, ഇത് ഈ മൊത്തത്തിൽ അരിച്ചു പൊറുക്കി അങ്ങനെ 239 പേജിലെത്തി നിൽക്കുമ്പോൾ അവിടെ പറയാണ്, റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ. വലി ഇഖ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു തരണേ. അല്ലദീന എങ്ങനെയുള്ളത്? സഹോദരങ്ങൾക്ക് പ്രത്യേകം പറയണ്ടേ, ഇങ്ങനത്തെ സഹോദരങ്ങൾക്ക് പുറത്തെടുക്കണ്ടേ. സബഖൂന ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് മുൻകടന്നവരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണേ. അപ്പോൾ എവിടെ ഇല്ല, അപ്പം നിങ്ങളൊന്ന് തപ്പി കണ്ടുപിടിച്ച് തരണം കേട്ടോ. എവിടെയാണ് ഈ പേരോട് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയുള്ള ദുആ എന്നുള്ളത്? ഇത് ഇനിയിപ്പോ സംശയമുള്ള ആൾക്കാർക്ക് ഒന്നുകൂടെ കേൾപ്പിച്ചുതരാ പേരോട് അബ്ദുറഹ്മാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദുആ ചെയ്യാറ് കേട്ടോ. ഇതാണ് പേരോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു ദുആ എന്തായാലും അതിലില്ല.
നമ്മൾ കേട്ടത് മുഴുവനും മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലാത്ത ഒരു ദുആ നമ്മൾ കേട്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പേരോടിന്റെ ഒരു അടാറായിട്ടുണ്ട്. ആ ഐറ്റം കേൾക്കണം നിങ്ങൾക്ക്. പരിശുദ്ധ ഇസ്ലാം തീരെ വർഗീയതയെ അംഗീകരിക്കുന്നില്ല. ഇതുവരെ പറഞ്ഞു കൂട്ടിയ പിന്നെന്താ? ആ മൂലമാര് മുഴുവനും ഇതുവായിരുന്നേ മുസ്ലിങ്ങളെ രോഗം മാറ്റണേ, മനുഷ്യന്മാരുടെ രോഗം മാറ്റണേ എന്നോല് പറഞ്ഞോ? പറഞ്ഞില്ല. ഞങ്ങളെ സഹായിക്കണേ, മുസ്ലിങ്ങളെ സഹായിക്കണേ, മുസ്ലിങ്ങളുള്ള എല്ലാ നാടിനെയും സഹായിക്കണേ, മുസ്ലിങ്ങളുടെ പട്ടാളത്തിനെ സഹായിക്കണേ. ഇപ്പോഴും വലിയ പട്ടാളം യുദ്ധം വാളും വെടിയും ഇത് തന്നെ ഓർമ്മ വിൽക്ക്. ഏതായാലും ഇതാണ് മൂപ്പര് ഒരു സാധനം കണ്ട് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ലിബറൽ സാധനം എടുത്താണ് നമ്മളെ ശശി വേഷം വരെ സമ്മതിച്ചിട്ടും മൂപ്പര് അത് അങ്ങോട്ട് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ പറയുന്നതൊക്കെ ഇതേപോലുള്ള സാധനങ്ങളാണ്. എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള സാധനമാണ്. ഈ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഈ പ്രാർത്ഥിക്കുന്ന സാധനങ്ങൾ കുറേ ഷെയ്ഖുമാർക്ക്. ഞാൻ നമ്മളെ ഒരു വേറെ ബാലുശ്ശേരിയുള്ള ഒരാളുണ്ടായിരുന്നു മുജാഹിദിന്റെ സിറാജുൽ ഇസ്ലാം. മൂപ്പര കുത്തുപേര് കേട്ടിട്ടുള്ളത് മഖ്തൂം ഫാമിലിക്ക്, അവിടുത്തെ മൊത്തം ഫാമിലി ഉണ്ടല്ലോ ദുബായിലൊക്കെ ഉള്ള ആ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അത് കാന്തപുരം ചെയ്യണ്ട, ഞാൻ കേൾപ്പിച്ചാണെങ്കിൽ മൂപ്പരിന് മാത്രമൊന്നും ഇതിപ്പോ അവിടെ പോയി തിരക്കുമ്പോഴേ പൈസ എവിടുന്നാ കിട്ടിയ വേണ്ടി ഇതാ കേട്ടോളൂ നിങ്ങളെന്നാല്. اللهم اغفر لفقيدنا الغالي الشيخ زايد بن سلطان آل نهيان. اللهم اغفر لحاكم دبي المرحوم الشيخ راشد بن سعيد آل مكتوم. اللهم اغفر لحاكم دبي لمن كان حاكم دبي ഓരൊക്കെ അവിടെ കള്ളശാപ്പ് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ഈ മക്തൂം ഫാമിലി ടീമൊക്കെ ദുബായിൽ കള്ളശാപ്പ് വരെ അടുത്തുണ്ട്. വിഷയല്ലേ. ശരിക്കും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഗുണമുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർക്ക് വേണ്ടി ആണെങ്കിൽ ഇതേമാതിരി ദ്വാരം വെച്ചാൽ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ കാണിച്ചു തരുമോ ഏതെങ്കിലും ഒരു ലൈഫ് മിഷനിൽ പിണറായി വിജയനെ പുറച്ചാക്ക് വീട് കൊടുത്തിട്ടുണ്ട്, അതിനൊരു പ്രാർത്ഥന. അതെ, ഏതായാലും നമ്മളൊരു അരിവാൾ സുന്നിയാണല്ലോ, ആ ഒരു പ്രാർത്ഥനയെങ്കിലും കൊടുത്തില്ലെങ്കിൽ കാഫിറല്ലേ? നമ്മളെ മുസ്ലിങ്ങൾക്ക് ദ്വാരക്കുള്ളൂ. വീട് കൊടുത്തല്ലേ ഏതായാലും. അതെ. പിന്നെന്താണ് മൂപ്പര് പറയണത്? ഇപ്പം ഈ ഐസമ്മല് ശരിക്കും മൂപ്പര് ഒയന്ന് പറഞ്ഞാൽ കുടുങ്ങി. നമ്മളെ ഇസ്മായിലൂര് പറഞ്ഞ ആകെ എരപ്പായി. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. അങ്ങനെ എരപ്പായി. പേരോടൊരു നുണ പറഞ്ഞപ്പോത്തിന് ആ നുണ ഏറ്റുപിടിച്ചാണ്ട് കുറെ ഓൺലൈൻ ഭാര്യന്മാരിറങ്ങി. അത് യുക്തിവാദികളൊക്കെ മറുപടി പറയാൻ നടക്കണ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെടുത്തൊരു അമീറില്ലേ, അമീർ വാബ്സക്കാഫ് ഇതൊക്കെ ഷെയർ ചെയ്താണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള. കാരണം ചെറുതായി ഷെയർ ചെയ്തപ്പോൾ തന്നെ ബാക്കി കുറെ മൂല്യന്മാർക്ക് ജതുപിളകി. അല്ല, നമ്മളിത്ര കാലമായിട്ട് ദ്വാരക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ തന്നെ മൂപ്പര് പഞ്ഞിക്കിട്ട് ഏത് ഈ ദ്വാരക്കരുത് പറഞ്ഞിട്ട് ഈ കെട്ട ദ്വാരക്കരുത് എന്ന് പറഞ്ഞതിനാണ് മുസ്ലിങ്ങൾ മൂപ്പര് പഞ്ഞിക്കിട്ട്. ഇതിപ്പോ നമ്മള് ഈ ബില്ലാദിന് റഹിമോന്ന് പറഞ്ഞപ്പോൾ പോലും ഇജാതി റെസ്പോൺസ് മുസ്ലിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് പറയാലോ, ഉണ്ടായിട്ടില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് എന്താണ് വല്ല പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കണം. അതായത് പേരോട് പറയുകയാണെന്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് മൂപ്പർക്കൊരു തോന്നല്. ഇത് അത് പറഞ്ഞപ്പോ അതെങ്ങനെ അങ്ങനെ പറയാ, ഓരോ പ്രാഗണ്ടത് നമ്മളെ കിതാബിലുള്ള പ്രാക്കല്ല, അതെങ്ങനെ നമ്മൾ നിർത്തുന്നത്. ശശികല ടീച്ചർ പറഞ്ഞാണേ, ശശികല ടീച്ചറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാ, നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ പറഞ്ഞു. അതില് മൂപ്പര് വായിന്ന് കാര്യം മൂപ്പര് ഉസ്താദ്മാരടക്കം ഇത് ദ്വാരക്കണ വിവരം കെട്ട ആൾക്കാർ ദ്വാരക്കണ സംഗതി മൂപ്പര് ഈ പേരോട് പറഞ്ഞ കൂട്ടത്തെ ഒരു സത്യം കിട്ടും. അതൊക്കെ വിവരം കെട്ട ആൾക്കാരാ. അല്ലേ, അത് കറക്റ്റ് സാധനം, അത് കറക്റ്റാ. അതിൽ മൂപ്പരും കൂടെ ഉണ്ടെന്നുള്ളൂ. അപ്പൊ അതിൽ ആ സാധനം മൂപ്പര് ഇറക്കിയതോട് കൂടെ മുസ്ലിങ്ങൾ ഇളകി. ആകെ വൻ വിവാദം മൂല്യന്മാരുടെ ഇടയിൽ. പിന്നെ മൂപ്പർക്ക് അതിന് വിശദീകരണം കൊടുക്കേണ്ടിരുന്നു. വിശദീകരണം കൊടുത്തതാണെങ്കിലോ പാറ്റ കൊളാൻ ചെയ്തത്. നല്ല നുണന്റെ മുകളിൽ നുണയാണ് പിന്നെ പേരോട് പറയണത്. അപ്പൊ ആദ്യം പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞ എല്ലാവരും കണ്ടല്ലേ. പിന്നെ പറഞ്ഞത് ആരോ ക്ലിപ്പാക്കിയിട്ട് മൂപ്പര ആൾക്കാരനെ ക്ലിപ്പാക്കി വിട്ടാ, നമ്മളാരും ക്ലിപ്പാക്കിയതല്ല.
ഓരോന്ന് അപ്ലോഡ് ചെയ്താണല്ലോ അതെ ഓരോന്ന് അപ്ലോഡ് ചെയ്ത. പിന്നെ പറഞ്ഞ് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞാൽ പോരാ ആദ്യം തന്നെ. അതായത് മൂപ്പര് മലയാളത്തിലാ പറയണത്. അത് മറ്റേ അഹ്സരി പറയുന്നുണ്ട്, നിങ്ങൾ മലയാളത്തിലാ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. മറ്റേ നമ്പർ ഇറക്കല്ലേ നിങ്ങളത്. നമ്പർ ഇറക്കുക ഇതന്നെയാണ് പോലെ സ്ഥിരം പരിപാടി. ഈ മലയാളത്തിൽ പറഞ്ഞ കാര്യത്തിന് പോലും ഇജാദ് പോലത്തെ നമ്പർ ഇറക്കണമെങ്കിൽ ഈ അറബിയിൽ എന്തൊക്കെ നമ്പറുകൾ ഇറക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ആ അറബിന്റെ അർത്ഥം മാറ്റാൻ നോക്കുക. അവിടെ ആ പ്രാർത്ഥനയിലുള്ളത് അൽ മുശ്രിക്കീൻ എന്നാണ്. അൽ മുശ്രിക്കീൻ എന്നുള്ളതിന്റെ അർത്ഥം വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ തുടക്കത്തിലാണ് നേരത്തെ നിങ്ങൾ കണ്ട ഞമ്മക്ക് വർഗീയതല്ല എന്ന് ആ തള്ളു തള്ളിയത്. ആ തള്ളിയിട്ട് ചങ്ങായി ചെയ്യണ പണി കേൾക്കണം ഞങ്ങൾക്ക്. അതാണ് വിറ്റ്. ഇതിന്റെ ഒരു ക്ലാസ് വിറ്റ്. ഇവരത് പറഞ്ഞത് എന്താന്നുള്ളത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും പേർക്ക്. പിന്നെ ബുദ്ധി പിന്നെ പടച്ചോ കൊടുത്താലല്ലേ ഉണ്ടാവുള്ളൂ, അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. ബുദ്ധി കൊടുക്കണേ എന്ന് വേണേ നമുക്ക് പറയാം. അതെ, അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, അള്ള ഉണ്ടെങ്കിൽ ബുദ്ധി കൊടുക്കണേ. അതെ, അപ്പൊ ഞമ്മക്ക് വർഗീയത ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വർഗീയത എല്ലാം തെളിയിക്കാൻ വേണ്ടി മൂപ്പര് പറഞ്ഞ ഒരു കഥയാണ് കേട്ടത്. ഇത് കേട്ടോക്കെ നല്ല വിറ്റാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പട്ടിന്റെ വസ്ത്രം കൊടുത്തയച്ചപ്പോൾ പട്ടുവസ്ത്രം അത് ആഖിറത്തിൽ ഭാഗ്യമില്ലാത്തവനെ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ അതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷേ നബി സല്ലല്ലാഹു തങ്ങൾ അങ്ങനെ ഒന്ന് കൊടുത്തയച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിയായി. എനിക്ക് അതിൽ ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് പേടിയായി. എനിക്ക് എന്താ കൊടുത്തേക്കാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി കൊടുത്തയച്ചല്ലാറും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ വസ്ത്രം തന്റെ മഹാനവറുകളുടെ മുശിരിക്കായ ബഹുദൈവ വിശ്വാസിയായ സഹോദരന് കൊടുത്തയച്ചു. അപ്പൊ ബഹുദൈവ വിശ്വാസികൾക്ക് ഓരോ ഗുണം ചെയ്യാൻ പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് കേട്ടങ്ങള് ഈ വസ്ത്രം ധരിച്ചാൽ ഗുണം ഉണ്ടാവില്ല, അത് ഗുണം ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഉമ്മറിന് വസ്ത്രം കൊടുത്തയച്ചു, മാണ്ഡ്രക്കിന്റെ പ്രതിമയെ. അപ്പൊ മൂപ്പര് ചോദിച്ചു, അതെ സന്തോഷത്തോടെ, അതെ. അപ്പൊ മൂപ്പര് ചോദിച്ചു, ഉമ്മർ ചോദിച്ചു, അല്ല എനിക്ക് എന്തിനായി മാണ്ഡ്രക്കിന്റെ പ്രതിമ എന്ന്. അപ്പൊ പറഞ്ഞു മാണ്ഡ്രക്കിന്റെ പ്രതിമ അത് അനക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് മുസ്ലിക്കിനുണ്ടേ കൊടുത്തു. ഇതാണ് മൂപ്പര് നമുക്ക് വർഗീയതല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഉദ്ധരിക്കണ കഥയാണത്. ഇതിന്റെ ഒക്കെ തലന്റെ ഉള്ളിൽ എന്തേക്കും പടച്ചോനെ. സത്യം അവന്റെ പേരോടെ എങ്ങനെ സാധിക്കണതൊക്കെ ആകൃത്തിന് ധരിച്ച ഗുണമില്ല അതൊക്കെ വേണ്ടിട്ട് മൂപ്പർക്കല്ലാന്ന് പറഞ്ഞാണ്ട് വേറൊരാൾക്ക് കൊണ്ടേ കൊടുത്ത്, ഒരു മുശിരിക്കിന് കൊണ്ടേ കൊടുത്ത്. മുശിരിക്കിന് ആഗ്രഹത്തിന് അത്ര ഗുണം വേണ്ടാന്ന്. ഓന് ഓന് എല്ലാം തന്നെ മുശിരിക്കാണ്, അതിന്റെ കൂടെ പട്ടിന്റെ കിട്ടണ്ടേ. അതെ, സാധനം. പിന്നെ മൂപ്പര് നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ എന്തിനാ ഇടപെട്ടെന്നുള്ള വിശദീകരിക്കുന്നുണ്ട്. അതും ഇതിൽ തന്നെയാണ്, എല്ലാം ഇറ്റാണ്. മഹാനായ സുൽത്താനുൽ ഉലമ ഈ അടുത്ത് നിമിഷപ്രിയ എന്ന ഒരു സ്ത്രീയെ തൂക്കുകയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചു. അപ്പോൾ ഇത്തരം കക്ഷികൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ നീങ്ങാൻ അത് വലിയ കാരണമായി. കാരണം മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളും ഒരു മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിലും അവരോടും കാരുണ്യവും അവർക്കും ഉപകാരവും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്ന ഒരു ശരിയായ ദിശ നൽകാൻ ഉസ്താദ് അവറുകളുടെ ആ ഇടപെടൽ കൊണ്ട് ഉണ്ടായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ചില കാര്യങ്ങൾ തെളിയിക്കാനായി. അതുകൊണ്ട് നമ്മളിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, നമ്മൾ നല്ല മനുഷ്യന്മാരാണ്. തെളിയിക്കാനായി നമ്മൾ ഉസ്താദാണ് കേട്ടോ. അവന് ചങ്ങായിമാരെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും അല്ലേ. മൂപ്പര് മെഴുകണം എന്താ വെച്ചാല് കാത്തിലുൽ മുശ്രിക്ക്, പിന്നെ ഖുറാനിലുള്ള വേറൊരു ആയത്ത് ഉദ്ധരിക്കുകയാണ് ഈ ഐസൽ മുസ്ലിമീന്റെ തെളിവായിട്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എല്ലാ മുശ്രിക്കുകളെ എല്ലാം ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുറാൻ എന്നുള്ളൊരു ആയത്ത് ഉദ്ധരിക്കണം. നല്ല വിറ്റാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാതല യുഖാതിലു എന്ന ഒരു പ്രയോഗം ഉപയോഗിച്ചു. ഖാതല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊല്ലുക എന്നല്ല, പോരാടുക എന്നാണ്. ഉദാഹരണത്തിന് ഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ. അൽ മുശ്രിക്കീൻ എന്നാണ് ഇവിടെ പ്രയോഗം. നിങ്ങളോട് ഇങ്ങോട്ട് പോരാട്ടത്തിന് വന്ന ആ ബഹുദൈവ വിശ്വാസികളെ അതേപോലെ നിങ്ങൾ അങ്ങോട്ടും പോരാടുക അവരോട് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. മൂപ്പരുടെ കാഫ എന്നുള്ളത് മുക്കി, അറബി വായിച്ചപ്പോൾ വായിച്ചു, പക്ഷെ മലയാളത്തിൽ അതിന്റെ അർത്ഥം മുക്കി. അർത്ഥം മറ്റേ തബലയും മറ്റൊന്ന് പറഞ്ഞ അന്ന് മുക്കി. അതെ അതെ അതെ, തബലയും മറ്റൊന്ന് പറഞ്ഞ പോലെ പേരോട് മുക്കി. പേരോട് എന്തിനാ മുക്കിയേ?
എന്നിട്ട് വിറ്റാണ്. പിന്നെയാണ് മുമ്പ് ഒരു പച്ച നുണ പറയണത്. ഇവിടെ അൽ മുശ്രിക്കീൻ എന്ന സ്ഥലത്ത് ഒരാൾ ബഹുദൈവ വിശ്വാസികളെ പോരാടുക എന്നർത്ഥം വെച്ചാൽ ആകെ തെറ്റിദ്ധാരണയാവും. ബഹുദൈവ വിശ്വാസികളോടൊക്കെ പോരാടണം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് ഖാതിലു കുല്ല മുശ്രിക്കിൻ എന്നാണ്. എന്തിനാ പേരോടെ നുണ പറയണത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് ആയിരിക്കുമ്പോൾ അവിടെ ചില മുസ്ലിങ്ങളെ മാത്രം, അതേപോലെ അൽ ഇസ്ലാം എന്നാ ചില ഇസ്ലാമിനെ മാത്രം, അതായത് നിങ്ങളെ ഷാഫി മതം അല്ലെങ്കിൽ നിങ്ങളെ എപിന്റെ ഇസ്ലാം അതിനെ ഇജ്ജത്ത് കൊടുക്കാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. അതോ അബൂ ഹനീഫന്റെ ഇസ്ലാമും ജിഫിറിന്റെ ഇസ്ലാമും അങ്ങനെ കുറെ ഇസ്ലാം വേറെ ഉണ്ട്, മാലിക്കിന്റെ ഇസ്ലാം, അമ്പലിന്റെ ഇസ്ലാം, അതിനൊന്നും ഇജ്ജത്ത് വേണ്ട, നമ്മളതിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേക ഇസ്ലാമിന് മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിക്കണത്? നിങ്ങളിപ്പോ ഈ അൽ മുശ്രിക്കില് ഒരു പ്രത്യേക മുശ്രിക്കിന് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുശ്രിക്കില് പ്രത്യേക മുശ്രിക്ക് ആണെങ്കിൽ മൂപ്പര് പറഞ്ഞത് മറ്റേ സുൽത്താനിൽ മറ്റെന്താണ് സുൽത്താന്റെ ടീമിന് മാത്രമേ, അതേപോലെ അല്ലാഹുമ്മ അഇസ്സൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ചില മുസ്ലിങ്ങൾക്ക് മാത്രം ഇജ്ജത്ത് കൊടുക്കണേ എന്നുള്ളതാണോ? അതായത് ഞമ്മക്ക് പിരിവരുന്നേ കേരളന്മാരില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരില്ല, ഹസനിന്റെ ടീമില്ല, ഈക്കക്കാരില്ല, അതായത് മൂരിസുന്നില്ല, ലീഗാരില്ല. അതെ, ഇനി AP തന്നെ മറ്റേ ടീമാരില്ല, പേരോടിന്റെ മറ്റേ ഗ്രൂപ്പ് എതിർ ഗ്രൂപ്പാരില്ല. അങ്ങനെ നിങ്ങളെ ഗ്രൂപ്പിന് മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതൊന്ന് വിശദമാക്കിയാൽ കൊള്ളാം. പേരോടെ നോണ വേണം, എനിക്ക് കണക്കൊക്കെ വേണ്ട ചങ്ങായി. ഖാതിലു കുല്ല മുശ്രിക്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബഹുദൈവ വിശ്വാസികളോടും പോരാടുക, അങ്ങനല്ല അവിടെ പറഞ്ഞത്. അൽ മുശ്രിക്ക് എന്നല്ലേ പറഞ്ഞത്? അൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് കൊടുത്ത പേരല്ലേ അല്ലേ? അൽ മുശ്രിക്ക് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനല്ലേ വിളിക്കണത്? അൽ മുസ്ലിമീൻ. അതെ, അപ്പൊ ഇന്നമൽ മുശ്രിക്കൂന നജസു എന്ന് പറഞ്ഞാൽ അവിടെ അൽ മുശ്രിക്ക് പറഞ്ഞാൽ യുദ്ധം ചെയ്യണ മുശ്രിക്കിനെ മാത്രമാണോ മക്കത്ത് കയറ്റാൻ പറ്റാത്തത്? കാക്ക അല്ലാത്ത കുറെ ആൾക്കാരില്ലേ നമ്മളെ ബാലേട്ടനൊക്കെ കയറ്റിക്കൂടെ? അവിടെ ഉണ്ടല്ലോ. പിന്നെ അള്ളാഹു സംരക്ഷണം ഉറപ്പ് നൽകിയ സ്ഥലം കഅബ. ആ അള്ളാഹിന്റെ സംരക്ഷണം പാളി അവിടെ മറ്റേ ഇവര് കർമാത്യന്മാര്, അതേപോലെ ബൊഹേമാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം 1979 കണ്ടാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അവിടെ ആ കഅബ അറ്റാക്ക് ചെയ്തിട്ട് കുറെ ആര്യന്മാരൊക്കെ കൊന്നാണ്ട് കഅബ പിടിച്ചടക്കി. എന്നിട്ട് കുറച്ച് ഫ്രഞ്ച് കമാൻഡോസ് ആണ് കഅബ മോചിപ്പിക്കാൻ വേണ്ടി പോണേ. അതിന്റെ മുന്നേ അവരോട് കലിമല്ലിച്ചിക്കേന്. എന്താണ് കാക്ക ഇന്നവൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടെ ചില അൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ മാതിരി പേരോട്ടന്തർ പറഞ്ഞ പോലെ ചില മുശ്രിക്കുകളെ മാത്രമേ അവിടെ കയറ്റാൻ പറ്റാത്തുള്ളൂ. നോണമാണ് കണക്കൊക്കെ വേണ്ട. അൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ഉളിപ്പില്ലാതെ നുണ പറഞ്ഞു. ഇവർക്ക് ഈ നുണ പറയാൻ പ്രത്യേക ട്രെയിനിങ് മറ്റിടത്തും കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ചല്ല. ഈ മന്ദിക്കുന്ന വരുന്ന സാധനമാണോ അതൊക്കെ? എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും മനുഷ്യന്മാരെ തലേന്ന് അതൊന്നും വരില്ല, വേറെന്തോ ജാതി തലയാണിറ്റൊക്കെ ഉള്ളത്, ഞമ്മക്കറിയില്ല. ഇനി ഇതാ ബാക്കി. ഖാതിലുൽ മുശ്രിക്കീൻ അൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന, പോരാടുന്ന, നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ആ ടീമിനോട് നിങ്ങൾ പോരാടുക എന്നാണ്, അല്ലാതെ എല്ലാ മുശ്രിക്കിനോടും പോരാടുക എന്നല്ല. അങ്ങനെ നല്ല പേരോടെ ഉണ്ട് അർത്ഥം. ഖാതിലുൽ മുശ്രിക്കീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളോട് നിങ്ങൾ ഒന്നടങ്കം യുദ്ധം ചെയ്യുക, മുശ്രിക്കീങ്ങൾ നിങ്ങളോട് ഒന്നടങ്കം യുദ്ധം ചെയ്യുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലാത്തൊരർത്ഥം ഉണ്ടല്ലോ പേരോടെ. അത് പേരോട് സ്വന്തമായിട്ട് കൈന്നിട്ടതാണ്, ഖുർആനെ സ്വന്തം ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് ഞാൻ എൻ്റെ വകയായിട്ട് പറയല്ല. തഫ്സീറുൽ ജലാലൈൻ ഇതേ ആയത്ത് സൂറത്ത് തൗബയിലാണ് ഈ ആയത്തുള്ളത്, അതിൻ്റെ വിശദീകരണം. ഇപ്പോൾ ഖാതിലുൽ മുശ്രിക്കീന കാഫ, കാഫത്ത് എന്നുള്ളതിൻ്റെ വിശദീകരണമായിട്ട് മുമ്പ് കൊടുത്തത് ജമീഅൻ എന്നാണ്, മൊത്തത്തിൽ, ഫി കുല്ലി ഷുഹൂർ, എല്ലാ മാസത്തിലും. എന്ന് വെച്ചാൽ അവിടെ യുദ്ധം ഹറാമായ മാസങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയും കൂടെ ഈ ആയത്തിൻ്റെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പര് എല്ലാ മാസത്തിലും എന്നുള്ളത് അവിടെ എടുത്തുദ്ധരിച്ചത്. ജലാലൈനാണ് പോലെ ഏറ്റവും ആദ്യം ഓതി കൊടുക്കുന്ന തഫ്സീറുകളിൽ പെട്ട തഫ്സീറാണ് ജലാലൈനി. പിന്നെ അതേപോലെ തഫ്സീർ ഖുർത്തുബി, ഖൗലുഹു തആല വഖാതിലുൽ മുശ്രിക്കീന കാഫതൻ ഫീഹി മസ്അലത്തുൻ വാഹിദത്തുൻ. ഖൗലുഹു തആല ഖാതിലു അമ്റും ബിൽ ഖിതാൽ, ഖാതിലു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം യുദ്ധം കൊണ്ടുള്ള കൽപ്പനയാണ്. കാഫത്തൻ എന്ന വാക്ക് പിന്നെ മുപ്പര് വിശദീകരിക്കുകയാണ്. മഅനാഹു, അതിൻ്റെ അർത്ഥം ജമീഅൻ, മൊത്തത്തിൽ എന്നാകുന്നു. പിന്നെ തഫ്സീർ ഇബ്നു കസീർ വഖൗലുഹു ഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ എന്ന് പറഞ്ഞിട്ട് ഐ ജമീഅക്കും, അതായത് അവരിൽപ്പെട്ട മുഴുവൻ ആളുകളെയും, കമാ യുഖാതിലൂനഹും കാഫ ഐ ജമീഅഹും, അതായത് അവരിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ.
ഇത് ഇബ്നു കസീർ വളരെ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്ന്. അതായത് അവരിൽപ്പെട്ട മുഴുവൻ ആളുകളും നമ്മളോട് യുദ്ധം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിൽപ്പെട്ട മുഴുവൻ ആളുകളും അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ഇബ്നു കസീർ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അർത്ഥം പേരോട്, അല്ലാതെ പേരോട് നുണ പറഞ്ഞ മാതിരിയല്ല. നിങ്ങൾക്ക് അങ്ങനെ നുണ പറഞ്ഞു പോയാൽ മതിയല്ലോ, പൊട്ടന്മാർ വിശ്വസിക്കാണ്ടല്ലോ. അതാക്കുമ്പോൾ ജായാലും നിങ്ങളെ വോട്ടാങ്ങിയിട്ട് ഈ ടീ ക്യാമ്പ്സ് നിങ്ങളെ പറ്റി പറഞ്ഞ വെറുതല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ടീമല്ലേ നിങ്ങള്. ഇനി അടുത്ത ഇതാ തഫ്സീറുൽ ബഗവി. അപ്പൊ ഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ജമീഅൻ ആമത്തൻ, അവിടെ മൊത്തമായിട്ട് ഒരൊറ്റ ഒന്നും വിടാതെ അങ്ങനെ തന്നെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് തഫ്സീർ തൊബരി. അമ്മാ ഖൗലുഹു വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ ഫഇന്നഹു യഖൂലു ജല്ല സനാഉഹു വഖാതിലുൽ മുശ്രിക്കീന ബില്ലാഹി, മുശ്രിക്കീന ബില്ലാഹി അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ജമീഅൻ ഗൈറ മുഖ്തലിഫീൻ, അതായത് നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മൊത്തത്തിൽ യുദ്ധം ചെയ്യണം. മുഖ്തലിഫീൻ, നിങ്ങൾ തമ്മിൽ ഇണക്കപ്പെട്ടവരായ രൂപത്തിൽ. ഗൈറ മുഫ്തരിഖീൻ, നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു പോകാൻ പാടില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകാൻ പാടില്ല. അക്കോലത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. കമാ യുഖാതിലുകുമുൽ മുശ്രികൂന ജമീഅ, മുശ്രിക്കുകൾ മൊത്തം നിങ്ങളോട് യുദ്ധം ചെയ്യണത് മാതിരി മുജ്തമഈന, യോജിച്ചവരായിക്കൊണ്ട്, ഗൈറ മുതഫരിഖീൻ, അവർ തമ്മിൽ വേർപെട്ട് പോകാതെ യോജിച്ച് യുദ്ധം ചെയ്യണ പോലെ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് മുശ്രിക്കുകളോട് മൊത്തം യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കുറച്ച് ഇങ്ങോട്ട് വരുന്ന കുറച്ച് മുശ്രിക്കുകളോട് മാത്രം യുദ്ധം ചെയ്യണം എന്ന് ഈ ആയത്തിൽ പോലും ഇല്ല. പേരോടെ മൂപ്പര് പിന്നെ ഖുർആന്റെ ഓദർ വിശദീകരിക്കാണ്, മുശ്രിക്കുകൾ ഇങ്ങോട്ട് എല്ലാവരും കൂടി യുദ്ധം ചെയ്യേണ്ടത്, അതുകൊണ്ട് അങ്ങോട്ട് എല്ലാവരും കൂടി യുദ്ധം ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് ആകെ പറയാൻ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ നിങ്ങൾക്ക് കൂടെ പറയാൻ കിട്ടുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ചില മുശ്രിക്കുകളോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കിട്ടൂല. വേരോടെ നോണറോട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ നോണ എന്ത് നോണയും പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കാൻ നിങ്ങൾ പോറ്റുന്ന കുട്ടികളുണ്ടാവും. നമ്മളായി പെട്ടല്ലാത്തോണ്ട് തലയിൽ ഈ ചുറ്റി കെട്ടിയിട്ട് നമ്മളതൊന്നും അല്ലാത്തോണ്ട് ഇതൊക്കെ നോക്കും പേരോടെ. അങ്ങനെ നുണ പറഞ്ഞാണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചായി പോകാൻ വിചാരിച്ചോണ്ട് ആ കാലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ എല്ലാ തഫ്സീറും ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അവൈലബിൾ ആണ് ഇന്ന്. പണ്ടിനൊക്കെ എന്തേ നുണ പറഞ്ഞാൽ അതേനി ആൾക്കാരൊന്നും പോയി നോക്കാൻ നിൽക്കുമല്ലോ, കായെടുത്തൊന്നും വാങ്ങിണ്ടാക്കൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പോത്തിറച്ചിയും പത്തിരിയും കിട്ടും. അങ്ങനല്ല, ടെക്നോളജിയാ അതെ. പിന്നെ തൊബരി കുറച്ച് ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. കമാ ഹദസനി മുഹമ്മദ് ബിന് എന്ന് പറഞ്ഞിട്ട് ഒരു സനദ് പറഞ്ഞിട്ട് മൂപ്പര് വിശദീകരിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ട് അമ്മ കാഫത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഫജമീഉൻ, മൊത്തത്തിൽ എന്നാകുന്നു. പിന്നെ അതേപോലെ മൂപ്പര് വേറൊരു ഹദീസും കൂടെ ഉദ്ധരിക്കുന്നുണ്ട്, ഹദസന അബൂ സാലിഹ് എന്നും പറഞ്ഞിട്ട്. അതിലും വഖാതിൽ മുശ്രിക്കീന കാഫത്തൻ യഖൂലു ജമീഅൻ എന്ന് വെച്ചാൽ ജമീഅ മൊത്തത്തിൽ എന്നാണ്. അതുകൊണ്ട് അള്ളാഹു എന്ന് വെച്ചാൽ ഖുർആന്റെ ഓദർ ഉദ്ദേശിച്ചത് എന്ന്. പിന്നെ മൂപ്പര് ബിശ്റിന്ന് വേറെ ഹദീസ് ഉദ്ധരിക്കണം, ഹദസന ബിശ്റു എന്ന് പറഞ്ഞിട്ട്. അവിടെയും കാഫത്തൻ എന്ന് പറഞ്ഞത് ഐ ജമീഅൻ അല്ലെങ്കിൽ മൊത്തത്തിൽ നിന്നാണെന്ന്. പിന്നെ തഹരീർ വ തൻവീർ എന്ന് ഒരു ഉദാഹരണം കൂടെ വായിക്കാം. കാഫത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം കലിമത്തുൻ തദുല്ലു അലൽ ഉമൂമി വശുമൂലി, അത് സമഗ്രതയും അതേപോലെ എന്താ പറയാ മൊത്തത്തിലുള്ളതിനെയും അതിലേക്ക് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ തെളിവാകുന്ന വചനമാകുന്നു. ബി മൻസിലതി കുല്ലിൻ എന്ന പദത്തിന്റെ സ്ഥാനത്ത്. നേരത്തെ പേരോടം പറഞ്ഞില്ലേ കുല്ല് മുശ്രിക്ക് എന്ന് പറയണമെന്നുള്ളത്. അപ്പൊ അതിന് തഹരീർ വ തൻവീർ വളരെ വിശദമായിട്ട് പറയാണ്, കുല്ലിൻ എന്നതിന്റെ മൻസിലത്തിലുള്ള അതിനെ സൂചിപ്പിക്കുന്ന ഉമൂമിനെയും ശമൂലിനെയും സൂചിപ്പിക്കുന്ന പദമാകുന്നു കാഫത്ത് എന്നുള്ളത്. എന്താ പേരോടെ എളുപ്പുണ്ടോ എന്നാണോ പറയാൻ? ഇതിപ്പോ ആകെ അരപ്പായല്ലോ. ഇനിയുണ്ട്, ഇത് വളരെ വിശദമാക്കിയിട്ട് ഈ തഫ്സീറിനകത്ത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഐ കുല്ല ഫിറഖിൽ മുശ്രിക്കീൻ, അതായത് എല്ലാ ബഹുദൈവ വിശ്വാസികളുടെ എല്ലാ കൂട്ടങ്ങളെയും ഉദ്ദേശിച്ചിട്ടാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ ഇയാളിപ്പോ ചെയ്തത് പറഞ്ഞ എം അക്ബർ പണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത പോലുള്ള പരിപാടിയല്ലേ ഇത്? അതെ അല്ലേ? കടലിന്റെ അടിയിലേക്ക് അങ്ങോട്ടേറ്റ് ഇരുട്ടിലേക്ക് മുക്കിയത്. ഇതിപ്പോ ആരാ ഇരുട്ട് പോയത്? ബഹറുൽ ലുജ്ജിന്റെ ഉള്ളിലാണ്. ബഹറുൽ ലുജ്ജിന്റെ ഉള്ളിലല്ല, ഈ വെറുതെ എല്ലാം പറയണില്ല.
അവരോട് ഇത് ഇനിയുണ്ട് 10-16 മിനിറ്റ് ഇനിയും മൂപ്പര വിശദീകരണം ഉണ്ടായി. നമുക്ക് വേറെ പ്ലേ എടുക്കാം, ഇപ്പൊ ടൈമില്ല. ന്യായീകരണം തന്നെയാണ്. അപ്പം ഇവിടെയൊക്കെ ഉദ്ദേശിച്ചത് എല്ലാ മുസ്ലിക്കുകളും അല്ല, ചില പ്രത്യേക സെലക്ടഡ് മുസ്ലിക്കുകൾ മാത്രമാണ്. അതെ, അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരൊന്ന് ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് യുദ്ധം ചെയ്യണം മുസ്ലിക്കുകളോടൊക്കെ അങ്ങോട്ട് യുദ്ധം ചെയ്യണം. അപ്പം ഇങ്ങോട്ട് യുദ്ധം ചെയ്യണം മുസ്ലിക്കുകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മുസ്ലിക്കുകളെ മാത്രമാണ് ഞങ്ങൾ നിന്ദിക്കണമെന്ന് വരുന്നത്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളിവിടെ ഇന്ത്യയിൽ നിന്നിട്ടല്ലേ ഇത് വരക്കണത്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നിട്ട് 10,500 കൊല്ലം നിങ്ങൾ ഇത് വരക്കാൻ തുടങ്ങിയിട്ട്. ആരെ നിങ്ങളിവിടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് തേങ്ങളും കരിക്ക് വെട്ടി തന്ന് അലുവുണ്ടാക്കി തന്ന് നിങ്ങൾക്ക് ഇവിടെ പള്ളി ഉണ്ടാക്കി തന്ന് ഇതൊക്കെ വാങ്ങി നക്കിയിട്ട് നിങ്ങൾ ഈ ദ്വാരല്ലാതായിരുന്നോണ്ട് നീനത്. എന്നാ ഇവിടെങ്കിലും നിങ്ങളെ മാറ്റില്ല. നിങ്ങളെ മാത്തിക്കുത്തുവിന്റെ കേട്ടിട്ടുള്ള ദ്വാരല്ലത്. അത് മാറ്റപ്പോഴാ ഒരു മുസ്ലിമിന്റെ പേരുള്ള BJP പ്രവർത്തകരെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. യുക്തിവാദി, ഒരു യുക്തിവാദി, ഒരു ബാപ്പിളന്റെ പേരുള്ള ഒരു യുക്തിവാദി പറഞ്ഞപ്പോഴാണ് മാറ്റണം തോന്നിയേ. അവർക്ക് തോന്നി അയ്യേ അത് മോശമാണല്ലോ, ഇത് നാട്ടുകാർ കേൾക്കില്ലോ. നാട്ടുകാരിന്റെ അർത്ഥം പണ്ട് വേറെ ആരോ പറഞ്ഞല്ലോ, ഇതിന്റെ കറുത്ത അറിഞ്ഞു കഴിഞ്ഞാല് ഇത് മറ്റേ വാങ്കിന്റെ ഇതിന്റെ കറുത്ത അറിഞ്ഞു നമ്മളെ ജമാഅത്തിന്റെ ടി കെ അബ്ദുള്ള സാഹിബ് പറഞ്ഞു. അബ്ദുള്ള സാഹിബ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് തൽക്കാലം ഈ ജനാധിപത്യൊന്നും മറ്റേ സാധനങ്ങൾ പറഞ്ഞുവിടുക. അതായത് പദം കൊണ്ട് 2 കളി കളിച്ചാൽ മതി. വേറോടെ ആ കളി കളിച്ചിട്ട് കാര്യമില്ല. വേറോടെ കുട്ടികളെടുത്ത് പഞ്ഞിക്കിടും. അതാണ് പറ്റിങ്ങളെ സുന്നി കുട്ടികളാണ് നിങ്ങളടുത്ത് പഞ്ഞിക്കിട്ടേ. മനസ്സിലായി? വേറെ ആരും അല്ല. അഫ്ഗാനിസ്ഥാൻ അടുത്തേക്ക് ഒന്നും പോകണ്ട. MM അക്ബറിനെ എയറിൽ വിട്ടതാ വേണ്ടത്. ഓർമ്മണ്ടല്ലേ? അത് മറന്നു വയ്ക്കണമായിരിക്കും അല്ലേ? മറന്നു. അഹ്സനി വരെ പിന്നാലെ കൂടുകയാണ്. അഹ്സനി എന്ന് പറഞ്ഞാൽ പ്യൂർ. ഇനിയിപ്പോ ആൾക്കാർക്ക് ഇപ്പൊ അഹ്സനി സൂപ്പറാണ്. അല്ല, അഹ്സനി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആളാണ്. അല്ല, അഹ്സനി പക്ഷെ നുണ പറയുന്നുണ്ട്. മൂപ്പര് ഈ മുസ്ലിക്കിനല്ല നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. അത് നുണയാണ്. അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഉദ്ദേശിക്കാത്തത് വരക്കാൻ നിക്കണേ? ഇനിയിപ്പോ നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാ? ഇപ്പൊ മറ്റൊരു മൈൻഡല്ല, എന്തോ എന്റെ പേര് ഗോൾവാൾക്കറോ, ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങൾ, ആഭ്യന്തര ഭീഷണികളാണ് മുസ്ലിങ്ങൾ തന്നെ. അവിടെ ഓൻ ഇറക്കിക്കൂടെ ഈ തഫ്സീർ അൽ മുസ്ലിം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ അൽ മുസ്ലിം എന്ന് പറഞ്ഞാല് ഈ ഇവിടുന്ന് IS പോയില്ലേ 4-5 ആൾക്കാര്, അതിൽ പെട്ട ആൾക്കാരാണ്. അതിനെക്കാളും നല്ല സൂപ്പർ സാധനം പറ. മുസ്ലിം എന്ന് പറഞ്ഞാല് അടിമത്വമാണ്, കീഴൊതുങ്ങലാണ്. കീഴൊതുങ്ങൽ നമ്മൾ ആഭ്യന്തര ഭീഷണിയാണ്, മുസ്ലിങ്ങളെ അല്ല, സമുദായത്തിനെ അല്ല എന്ന് പറഞ്ഞൂടെ? എന്നപ്പോ അത് ശരിയാവോ? നമുക്ക് അങ്ങനെ അർത്ഥം വെക്കാലോ. ഒരു ഖുറാനിസ്റ്റ് ലൈനിലേക്ക് പോവാണോ ആള്? ഖുറാനിസ്റ്റുകളുണ്ട് എന്ന് പറയുമ്പോ കൊല്ലലല്ല, നമ്മൾ അന്തരാളത്തിൽ, അതായത് മറ്റേ പറഞ്ഞല്ലോ ഈ മഹാഭാരത യുദ്ധം അർജുനന്റെ മനസ്സിൽ ആത്മസംഘർഷമാണ് എന്ന് പറഞ്ഞ മാതിരിയുള്ള സംഗതി നിങ്ങൾ പറഞ്ഞ തന്നെയാണ്. അത് നിങ്ങൾ അൽ മുസ്ലിമൂൻ അല്ലെങ്കിൽ അൽ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞ സമ്മതിച്ചാളി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ട് എന്ത് ഫലം കിട്ടും? ആൾക്കാർക്ക് ഒരു പ്രാർത്ഥിച്ചപ്പോ എന്താ പോയപ്പോ പഠിച്ചോണ്ടോ? അല്ല, ഇബലാക്കിയതുകൊണ്ട് ഫലം കിട്ടോ? ഇബലാക്കിയത് പ്രകാരം പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും. അത് കിട്ടില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സുണ്ടല്ലോ, ആ പ്രാർത്ഥിക്കാനുള്ള ആ മനസ്സിനാണ് നമ്മൾ പറയണുള്ളൂ. അതാണ് നമ്മളെ പ്രശ്നം. നന്നായി, നിങ്ങൾ നന്നായിക്കൂടെ? എന്താടോ നന്നാവാത്തതെന്ന് ചോദിക്കണ്ടല്ലോ ശേഖരനോട് അല്ലേ? ശരി നീലകണ്ഠൻ. അതെ, അപ്പൊ അതാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ പേരോട് വേണമെങ്കിൽ ഇനി 2 മെഴുകല് മൂപ്പര് ഒരു ലിബറൽ സാധനം പറഞ്ഞതാ സംഭവം. അത് നമ്മൾ വെൽക്കം ചെയ്യുന്നു. ഈവൻ വിഷമായിട്ടുള്ള ശശികല വരെ വെൽക്കം ചെയ്തു. ഏത് ഭൂലോക വിഷം. ഈ ശശികല പറയണത് കുട്ടികളത് പഠിപ്പിക്കരുതെന്നാ. ഏത് ദുർഗാവാഹിനിയിൽ ചെറിയ പിഞ്ചു പൈതങ്ങൾക്ക് മറ്റേ 47 മറ്റേ തോക്കും വാളും കൊടുക്കുന്ന ടീമാണ് ഏത് ഇത് പറയണത്. ഒന്ന് ആലോചിച്ച് വെക്കണം. ഈ വർഗീയവാദികളൊക്കെ ഒറ്റ സാധനമാണ്. ഇതിട്ടൊക്കെ എപ്പോഴും 2 ഉണ്ടാവും സാധനം. നമ്മളെ വർഗീയത അത് നല്ലതും മറ്റുള്ള വർഗീയത മോശക്കാരും. അതാണ് അതില് പറയാനുള്ളത്. അത് മുസ്ലിങ്ങൾക്കായാലും സംഖ്യക്കായാലും എല്ലാ ഈ ജാതി അലവലാതിക്കും അങ്ങനെ തന്നെ. അപ്പൊ അതാണ് പറയാനുള്ളത്. നന്നാവുക. ഈ വെറുപ്പും ഈ സാധനം ഉണ്ടല്ലോ, ഈ പഴയ നിങ്ങളെ പണ്ടത്തെ ആരോ ഗുഹയിൽ പോയിരുന്ന് കിട്ടിയെന്നും പറഞ്ഞിട്ട് ആ വിടലും വിട്ടിട്ട് ഇവിടെ ആൾക്കാരെ മനസ്സിലേക്ക് ഇതൊന്ന് ആലോചിച്ച് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആ AP ഒക്കെ പ്രാർത്ഥിക്കുന്ന നമുക്ക് അയ്യോ എന്നാണ് അങ്ങോട്ട് വിലപിക്കുക. എന്താണ്? ഓനെ പിരാകുക, അപ്പുറത്തുള്ളവനെ. ഈ ജാതി പിരാക്ക്
ഈ പ്രാക്ക് പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. അതെ, മനുഷ്യർക്ക് വേണ്ടി നേടാ ചങ്ങായ ഒരു യാത്ര നടത്തുന്നുണ്ട്. നിങ്ങളെ ഉച്ചിരെങ്കിലും ഉൾപ്പെടെ നിങ്ങളെ ഈ കുത്തുബയിലെ ഒരു ദ്വായ മനുഷ്യന്മാർക്ക് വേണ്ടി ഉൾപ്പെടുത്തി എന്നിട്ട് നിങ്ങളെ യാത്ര നടത്തി. അതെ, നിങ്ങൾ കൂടുന്ന സ്ഥലത്ത് ഒരു ദ്വായും പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനമായിട്ട് നടക്കരുത്. ഇവരെ മറ്റേ ഗ്രൂപ്പ് ഇറക്കണമാര് നമ്മൾ അമീർ മറ്റേ ടീം ഉണ്ടല്ലോ, ഇത് ഇവര് വിറാസ് എന്താണ് വൈറസ് ടീം. ആ വൈറസ് ടീമിന്റെ പരിപാടി ഇതാണ്. ഓരിതൊന്നും പുറത്തു കൊടുക്കുക, ഓർക്ക് മുടിവെള്ളം പോലില്ല, ഒരു ഫുൾ ലോജിക്കും റീസണിങ് ഒക്കെ ആയിരിക്കും. ഏത് ഞാൻ എനിക്ക് ഈ AP ഉസ്താദിന്റെ ടീമാന്ന് ആലോചിക്കുമ്പോളേ ഈ നമ്മളെ റാഷണൽ ഒരു പേര് തന്നെ റാഷണൽ. എന്ത് റാഷണല്? എവിടെ റാഷണല്? എനിക്ക് മനസ്സിലായില്ല. ഒരു ഗ്രൂപ്പിന്റെ പേര് തന്നെ റാഷണല്. മുടിവെള്ളം മുക്കിയിട്ട് കൊടുക്കുന്ന ടീമാണ് റാഷണൽ. പറഞ്ഞിട്ടായിരിക്കും. എന്നിട്ട് ഓരോ ഈ സാധനം ഒന്നും എടുക്കൂല. എന്നിട്ട് ബാക്കിയുള്ളതന്നെ ഇനി ദൈവം ഉണ്ടോ, മറ്റേ ബ്ലാക്ക് ഹോളിന്റെ അപ്പുറത്തുണ്ടോ, ഏത് മറ്റേ സാധനം ഉണ്ടല്ലോ ബിഗ് ബാങ്ങിന്റെ പുറകിലുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നെസസറി കണ്ടിൻജൻസി, ഏത് നെസസറി കണ്ടിൻജൻസിയാണ് ഈ പ്രാഗത്. ഇനി പ്രാഗൽ നെസസറി ആണോ? അങ്ങനെ പ്രശ്നമുണ്ടോ? പറയാൻ പറ്റില്ല, അതറിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ നമ്മളെ കേട്ട് നിന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.